Lighter to Lighten Marthoma Study Forum. ലൈറ്റർ ടു ലൈറ്റർ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 290ാമത് ലൈവ് വെബിനാർ ഇവിടെ സമാരംഭിക്കുകയാണ്. ഏതൊരു പ്രോഗ്രാമും നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിച്ചാണ് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മളെ അതിനുവേണ്ടി ക്ഷണിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനെയാണ്. സാർ നമ്മുടെ സ്ഥിരമായിട്ട് ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയും ഇതുപോലുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദുബൈയിലായിരുന്നു ദീർഘവർഷക്കാലം. ദുബൈയിലെ മർത്തോമ ചർച്ചിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. വളരെ ആക്റ്റീവാണ്. സാമൂഹ്യ ഇവാഞ്ചലിസ പ്രവർത്തനങ്ങളിലൊക്കെയും വളരെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനൊരു സന്ധ്യാകീർത്തനമാണ് പാടാനായിട്ട് പോകുന്നത്. ഞാനും എൻ്റെ കൊച്ചുമകൾ നന്മയും കൂടെ ചേർന്നാണ് ഈ പാട്ട് പാടുന്നത്. 2-3 ചരണങ്ങൾ അത് പാടുന്നതായിരിക്കും. 1881 മുതൽ 1919 വരെ ജീവിച്ചിരുന്ന PV തൊമ്മി ഉപദേശി എഴുതിയ ഒരു പാട്ടാണ് ക്രിസ്തീയ കീർത്തനങ്ങൾ. മാർത്തോമാ സഭയുടെ ക്രിസ്തീയ കീർത്തനങ്ങളിലെ 12ാമത്തെ പാട്ടാണ് ഇന്നു പകൽ മുഴുവൻ എന്നുള്ള പാട്ടാണ്. എല്ലാവർക്കും പരിചിതമാണ്, എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ മൂളാവുന്നതാണ്. ഇന്നു പകൽ മുഴുവൻ നന്ദിയോടെ തിരു നാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. നന്ദിയോടെ തിരു നാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. അന്നവസ്ത്രാദികളും സുഖം ബലം എന്നിവകൾ സമസ്തം തന്നാടിയാനെ നിത്യം ഓട്ടിടുന്ന ഉന്നതൻ നീ പാരനേ. തന്നാടിയാനെ നിത്യം ഓട്ടിടുന്ന ഉന്നതൻ നീ പാരനേ. മണ്ണിടം തന്നിലെന്നും പല ജനം ഹിന്നരാത്മേ നിന്നാടിയാനു സുഖം തന്ന കൃപ വന്ദനീയം പാരനേ. നിന്നാടിയാനു സുഖം തന്ന കൃപ വന്ദനീയം പാരനേ. വല്ലഭൻ നീയുറങ്ങാതെ നിന്നെ നല്ല പോൽ കാത്തിടുമ്പോ എല്ലാരിപു ഗണങ്ങൾ അധികാരം അല്ലൽ പെടുത്തിടുവാൻ പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ. നന്ദിയോടെ തിരു നാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. നന്ദിയോടെ തിരു നാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. കരുണാമയനായ ദൈവമേ, അവിടുത്തെ തിരുപാദപീഠത്തിൽ ഒരു പഠന സംഘമായി ഞങ്ങൾ പതിവ് പോലെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന
ഈ വെബിനാറിൽ അവിടുത്തെ കൃപകൾ ചൊരിയണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകലിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാൻ അങ്ങയുടെ കൃപാകടാക്ഷം ലഭിച്ചതിനായി ഞങ്ങൾ നന്ദി കരേറ്റും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും ശക്തിയും ഇല്ലാത്ത ജീവിത ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്ന സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യം നൽകണമേ എന്നുള്ള ഞങ്ങളുടെ എളിയ പ്രാർത്ഥന തിരുപാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ മനുഷ്യർക്ക് എങ്ങനെ സാധിക്കും എന്ന വിഷയം പഠിപ്പിക്കുവാൻ നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ ഡോക്ടർ അരുൺ ബി നായർ സാറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടുവാൻ ആയി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പഠനം ഏവർക്കും പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ. ഈ വെബിനാറിൽ ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങൾ ചെയ്യുന്നവരെയും ഞങ്ങൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളോട് മനസ്സലിവും കരുണയും കാണിച്ച യേശു കർത്താവിൻ്റെ നാമത്തിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 290ാമത് വെബിനാർ ഇവിടെ സമാരംഭിച്ചു. നമുക്കിപ്പോൾ പാട്ടുപാടി പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട ജോർജ് വനാൻ സാറും അദ്ദേഹത്തിന്റെ കൊച്ചുമകളും കൂടെ ഇരുന്നാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗാനവും അതിനോട് അർത്ഥപൂർണമായ പ്രാർത്ഥനയുമാണ് സാറ് ചെയ്ത്. സാറിനോട് ഉള്ള നന്ദി അറിയിക്കുന്നു. ഇതും ഇനിയും ഞങ്ങൾ സാറിനെ അപ്രോച്ച് ചെയ്യുമെന്നൂടെ കൂട്ടത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ ബി നായർ, റവറൻ സുനിൽ ടി, ഇവിടെ കൂടി വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്നത്തെ ഈ പ്രഭാഷണം ശ്രവിക്കുവാനായിട്ട് വന്ന നമ്മുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരും ഏവർക്കും ഇന്നത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മളെ മോഡറേറ്ററായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുനിൽ ഡി അച്ഛനെയാണ്. അച്ഛൻ വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു, എങ്കിൽ പോലും നമ്മളുടെ നിർബന്ധത്തിന് വശംവദനായിട്ട് മോഡറേറ്റർ ആകാമെന്ന് സമ്മതിച്ചാണ്. അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ അച്ഛന് വെബിനാറുകൾക്ക് വളരെ താല്പര്യം എടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അച്ഛൻ ഇവിടെ ബോംബെ വസായി ഇടവകയിൽ ഇരുന്നപ്പോൾ കോവിഡ് സമയത്ത് സ്ഥിരമായിട്ട് വെബിനാർ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ശ്രീകാര്യ ഇടവകയിൽ ഇരുന്നപ്പോഴും സ്ഥിരമായിട്ട് വെബിനാറുകൾ നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അച്ഛന് വെബിനാർ നടത്തുന്നവരുടെ ബുദ്ധിമുട്ട് നല്ലതായിട്ട് അറിയാവുന്ന അതായതുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയത്. അച്ഛൻ വളരെയധികം ആക്റ്റീവായ ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ പ്രഭാഷണവും നല്ല പ്രഭാഷണം നടത്തും. ഏതൊരു വിഷയത്തിലും ഒരു ഭയവും കൂടാതെ പ്രതികരിക്കാൻ കഴിവുള്ള മാർത്തോമാ സഭയിലെ ചുരുക്കം ചില പട്ടക്കാരിൽ ഒരാളാണ് അച്ഛൻ. അച്ഛൻ ഇതിനു മുമ്പേ നമ്മുടെ പ്രഭാഷണങ്ങളിൽ മോഡറേറ്റർ ആയിട്ടുണ്ട്, വിഷയം അവതരിപ്പിച്ച് സിമ്പോസിയങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛനെ ഇന്നത്തെ ഈ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടെ വന്നിരിക്കുന്ന, ഇവിടെ പ്രവേശിച്ചിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സുനിൽ ഡി അച്ഛൻ നിർവഹിക്കുന്നതാണ്. താങ്ക് യു വിൽസൺ സാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 290ാമത് ഈ സെഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു അവസരം നൽകിയ വിൽസൺ സാറിനോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 289 വെബിനാറുകൾ വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അതിൽ നിന്ന് വളരെ ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചും കൂടെ പോസിറ്റീവായി ക്രിയാത്മകമായി നമുക്ക്
സഭയുടെയും സമൂഹത്തിൻ്റെയും ചില സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആ രീതി ദർശനം നൽകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഫോറത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ പ്രസക്തി വളരെയധികമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാരംഭമായി കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നമുക്ക് ഇന്ന് ഈ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. പണ്ട് മറവിയുള്ള ഒരാൾ അദ്ദേഹം ഏത് പ്രഭാഷണത്തിന് പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ പോയാലും അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലതൊക്കെ കാര്യങ്ങൾ മറന്നുപോകും. അപ്പോൾ അദ്ദേഹം ഓർത്തിരുന്ന ഒരു സന്ദർഭത്തിൽ വിചാരിച്ചു, ഇന്ന് ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഒരു സ്ക്രിബിളിംഗ് പാഡിൽ കുറിച്ച് വയ്ക്കാം എന്ന് വിചാരിച്ച് അതിലെല്ലാം അദ്ദേഹം ഓർത്തിരുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ട് അദ്ദേഹം അന്നത്തെ പരിപാടികൾക്കായിട്ട് പോയി. അദ്ദേഹത്തിന് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രഭാഷണം എന്ന് പറയുന്നത്. പ്രഭാഷണത്തിന് ചെന്ന് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ക്രമീകരിച്ച് തുടങ്ങുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ക്രിബിളിംഗ് പാഡ് എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം അത് എഴുതിയിരുന്ന സ്ക്രിബിളിംഗ് പാഡ് മറന്നുപോയത്. അപ്പോൾ മറവി ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറവി, ഈ ഓർമ്മശക്തിയുടെ കുറവും കൂടുതലും ഒക്കെ ഉള്ള ആളുകളാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷാ വേളയിൽ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യം, രസകരമായൊരു കാര്യം. അദ്ദേഹവും അവരും അവരുടെ ഭർത്താവും കൂടി ഇങ്ങനെ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്, നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. യാത്ര ചെയ്ത് അവർ പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറി. അപ്പം പെട്രോൾ അടിച്ച സന്ദർഭത്തിൽ ഭാര്യ ഈ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി അവിടെ കാത്തു നിന്നു. അദ്ദേഹം പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഒരു 2-3 കിലോമീറ്റർ അദ്ദേഹം ഭാര്യ സ്കൂട്ടറിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ട് സംസാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു റെസ്പോൺസും അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം ഭാര്യയെ അന്വേഷിച്ച്, അന്ന് ഈ മൊബൈലുള്ള സമയമൊന്നുമല്ല, അപ്പം ഭാര്യയെ അന്വേഷിച്ച് അദ്ദേഹം തിരിച്ച് ഈ പെട്രോൾ പമ്പിൽ വന്ന കഥ ഈ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് ഭാര്യ പറഞ്ഞത് ഞാൻ ഓർത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചിരിക്കുന്നതിനൊക്കെ ഇടയായി തീർന്നു. നമ്മൾ സാധാരണ ഒരു കാര്യം കേൾക്കുന്നൊരു കാര്യം, ഓർമ്മ വേണം എന്ന്. നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ ഒന്ന് ഓർക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും ഈ ഓർമ്മ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർമ്മശക്തി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, നന്നായിട്ട് പലതവണ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്കറിയാം, ഒരു മറവി രോഗം നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു കാരണമാണ്. ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ ഈ മറവി രോഗം, നമ്മുടെ ബ്രെയിനിലെ സെല്ലുകളൊക്കെ അത് നശിക്കുകയും നമുക്ക് മറവി രോഗം ഇന്ന് ബാധിച്ച് ധാരാളം ആളുകളുണ്ട്. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ ചിലർ ഓർത്തെടുത്താൽ പോലും അവർക്ക് പഴയ ചില കാര്യങ്ങൾ മാത്രമൊക്കെ ഇങ്ങനെ ഓർമ്മയിലുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ അത് അവരുടെ ബ്രെയിനിലത് ഡേറ്റ പോലെ കളക്ട് ചെയ്ത് വെക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം, ഹൗ ടു ഷാർപ്പൻ യുവർ മെമ്മറി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്കൊരു സെഷൻ ഇന്ന് ക്രമീകരിക്കാൻ തക്കവണ്ണം ലൈറ്റൻ ആ രീതിയിൽ ഒരു ക്രമീകരണം ചെയ്തു. നമുക്ക് വളരെ അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഡോക്ടർ അരുൺ ബി നായർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ, പെർഫോമ മുഴുവൻ നമുക്ക് നമ്മുടെ ലൈറ്റൻ ഗ്രൂപ്പിൽ വിശദമായി നമുക്ക് പരിചയപ്പെടുത്തിയത് കൊണ്ട് ആ ഒരു വലിയ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ സമയമെടുത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമ്മുടെ പ്രഭാഷകനെ നമുക്ക് ഈ ഫോറത്തിൽ പരിചയപ്പെടുത്തേണ്ടത് അത് എൻ്റെ ഒരു ഉത്തരവാദിത്വവും കടമയുമാണല്ലോ. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഡോക്ടർ അരുൺ ബി നായർ സാറ്, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും ശ്രീധര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ടെക്നോളജിയിലെ ഓണററി കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റുമായിട്ട് പ്രവർത്തിക്കുകയാണ്. വിവിധ മാധ്യമങ്ങളിൽ 1000-ലേറെ ലേഖനങ്ങളും ഏകദേശം 29ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മഴവിൽ മനോരമ TV-യിലെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന റിയാലിറ്റി ഷോയുടെ ജഡ്ജായും അമൃത TV-യിലെ സിവിൽ സർവീസ് ഇന്റർവ്യൂ മോഡൽ പരിപാടിയായ 1 in Millions-ന്റെ
ജഡ്ജായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ 1 മണിക്കൂർ തത്സമയ ടോക്ക് ഷോയായ മെമ്മറി തന്ത്ര ഉൾപ്പെടെയുള്ള അനവധി മാനസികാരോഗ്യ അവബോധ പരിപാടികൾ സാറ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം കൗമുദി ടി വിയിലെ ഈസി മൈൻഡ്, വിക്ടേഴ്സ് ടി വിയിലെ മൈൻഡ് ഇറ്റ് എന്നിവയും അദ്ദേഹത്തിൻ്റെ പരിപാടികളായിരുന്നു. ആകാശവാണിയിലും അതേപോലെ മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തി ആളുകളെ വളരെയധികം പ്രചോദനം നൽകി ഇന്നും സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ അരുൺ ബി നായർ സാറ്. സാറിൻ്റെ സ്വദേശം പട്ടാഴിയാണ്, ഞങ്ങളുടെ ജില്ലയാണ്, കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുന്ന പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. സാറിനെ ഇന്നത്തെ ഈ സെഷന് ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിക്കുകയും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. സാറിനെ ഈ ഫോറത്തിലേക്ക്, ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിലേക്ക് വളരെ ഹാർദമായി ഹൃദ്യമായി എവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന അച്ഛന്മാരുണ്ട്, പട്ടക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ ഫോറത്തെ വളരെ ഗൗരവമായി കാണുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൽ സംബന്ധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രാരംഭ വാക്കുകൾ ഉപസംഹരിക്കുകയും ഡോക്ടർ അരുൺ ബി നായർ സാറിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുവല്ലോ, സാറിനെ പ്രഭാഷണത്തിനായിട്ട് ഈ സമയത്ത് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഓവർ ടു അരുൺ ബി നായർ സാർ. ആദരണീയനായ റവറൻഡ് ഡി സുനിൽ ഫാദർ, മറ്റ് ആദരണീയരായ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാർത്തോമ സ്റ്റഡി സർക്കിൾ അവതരിപ്പിക്കുന്ന ഈ വെബിനാർ സീരീസിൽ പങ്കെടുക്കാനും ഒരു വിഷയം അവതരിപ്പിക്കാനും എനിക്ക് അവസരം തന്നതിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അല്പം പനിയും ജലദോഷവും അടിച്ചിരിക്കുന്നതുകൊണ്ട് സൗണ്ട് ഇത്തിരി പ്രശ്നമായിരിക്കും, ദയവ് ചെയ്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഓർമ്മശക്തി മെച്ചപ്പെടുത്തുക എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഓർമ്മശക്തി എന്ന സംഗതിയെക്കുറിച്ചുള്ള പ്രാരംഭമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. ഓർമ്മ എന്ന സംഗതിയെ നമ്മൾ നിർവചിക്കുമ്പോൾ പുതിയ വിവരങ്ങൾ തലച്ചോറിൽ സ്വീകരിക്കാനും അത് ശേഖരിച്ചു വയ്ക്കാനും വേണ്ട സമയത്ത് ശേഖരിച്ചു വെച്ചതിനെ അനുസ്മരിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. സ്വാഭാവികമായും 3 ഘടകങ്ങൾ അതിനുണ്ട്. ഒന്ന്, രജിസ്ട്രേഷൻ ഓഫ് ന്യൂ ഇൻഫർമേഷൻ, പുതിയ വിവരങ്ങളെ തലച്ചോറിലേക്ക് സ്വീകരിക്കുക. 2, സ്റ്റോറേജ് ഓഫ് രജിസ്റ്റേർഡ് ഇൻഫർമേഷൻ, ഈ സ്വീകരിക്കപ്പെട്ട വിവരങ്ങളെ തലച്ചോറിൽ അടുക്കി വെക്കുക. 3-മത്തേത് റീകോൾ ഓഫ് സ്റ്റോർഡ് ഇൻഫർമേഷൻ, ശേഖരിച്ചു വെച്ച വിവരത്തെ അനുസ്മരിച്ചെടുക്കുക. ഈ 3 ഘടകങ്ങളും കൂടെ ചേർന്നതാണ് ഓർമ്മശക്തി എന്ന പ്രക്രിയ. ഓർമ്മയുടെ പല പല രൂപങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിൽ ആദ്യത്തെ ഓർമ്മശക്തിയാണ് സെൻസറി മെമ്മറി അല്ലെങ്കിൽ സംവേദന സ്മൃതി എന്ന് പറയുന്നത്. നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ദിനചര്യകൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതിൽ എത്ര ശതമാനം കാര്യങ്ങൾ ആ ദിവസത്തിന്റെ അവസാനം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും? വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ. കാരണം നമ്മൾ താല്പര്യമില്ലാതെ കാണുന്ന കാഴ്ചകൾ 1/4 സെക്കൻഡ് അല്ലെങ്കിൽ 250 മില്ലി സെക്കൻഡ് കൊണ്ട് തലച്ചോറിൽ നിന്ന് മാഞ്ഞു പോകും. നമ്മൾ താല്പര്യമില്ലാതെ കേൾക്കുന്ന കാര്യങ്ങൾ 2 സെക്കൻഡ് സമയം കൊണ്ട് തലച്ചോറിൽ നിന്ന് മാഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ നിമിഷം അല്ലെങ്കിൽ നിമിഷാർദ്ധം മാത്രം നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ സ്മൃതികളാണ് നമ്മുടെ തലച്ചോറിനെ ആദ്യം സ്വാധീനിക്കുന്ന സംഗതികൾ. ഇതിനെയാണ് സെൻസറി മെമ്മറി അല്ലെങ്കിൽ സംവേദന സ്മൃതി എന്ന് പറയുന്നത്. കാഴ്ച, കേൾവി, രുചി, ഗന്ധം, സ്പർശനം എന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന, സ്വാംശീകരിക്കുന്ന കാര്യങ്ങൾ, അവ അല്പം സെക്കൻഡുകൾ മാത്രം അത് തലച്ചോറിൽ നിൽക്കുന്നു, പോകുന്നു. എന്നാൽ ഈ സംവേദന സ്മൃതികളിൽ ചില സ്മൃതികൾ നമ്മളെ ചില വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് മൂലം തന്നെ കുറച്ച് കൂടുതൽ സമയം നീണ്ടു നിൽക്കും. ഉദാഹരണത്തിന്, നമ്മൾ കാണുന്ന ആയിരക്കണക്കിന് മുഖങ്ങളിൽ പ്രത്യേകതയുള്ള ചില മുഖങ്ങൾ നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. ആ മുഖത്തിന്റെ സൗന്ദര്യം മൂലമോ ആ മുഖത്തിന്റെ ആകൃതിയുടെ ചില സവിശേഷത മൂലമോ ഒക്കെ ആയിരിക്കാം അത് നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്.
അത്തരത്തിലുള്ള സ്മൃതികൾ ഒരുപക്ഷെ ഏതാനും മിനിറ്റുകൾ തൊട്ട് മണിക്കൂറുകൾ വരെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം. പക്ഷെ അത്തരം മുഖങ്ങളുടെ ഓർമ്മയും ചിലപ്പോൾ പിറ്റേന്നോ ഒരാഴ്ച കഴിഞ്ഞോ ഒന്നും നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. വഴിയിലൂടെ പോകുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ, അതിൽ പ്രത്യേകതരം താളമുള്ള അല്ലെങ്കിൽ പ്രത്യേക രസകരമായ വരികളുള്ള പാട്ട് പെട്ടെന്ന് നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിച്ചേക്കാം. അതും ഏതാനും മണിക്കൂറുകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്നേക്കാം. എന്നാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അത് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇതിനെയാണ് ഹ്രസ്വ സ്മൃതി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഈ ഹ്രസ്വകാല സ്മൃതി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ ചില ഘടകങ്ങൾ നമ്മുടെ തലച്ചോറിൽ നേരത്തെ തന്നെ ശേഖരിക്കപ്പെട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നാം ഓർത്തു വയ്ക്കും. നമ്മുടെ തലച്ചോറിൽ ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. ആളുകളുടെ മുഖങ്ങളാകാം, പേരുകളാകാം, ഗുണന പട്ടികയാകാം, വാക്കുകളാകാം, വാക്കുകളുടെ അർത്ഥമാകാം, ചില പ്രത്യേക രുചികളാകാം, ചില ശബ്ദങ്ങളാകാം, ചില പാട്ടുകളാകാം. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് കാര്യങ്ങൾ തലച്ചോറിൽ ഓൾറെഡി സ്റ്റോർഡാണ്. ഈ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച സംഗതികളുമായി ഈ ഹ്രസ്വ സ്മൃതിയിലെ ചില ഘടകങ്ങളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണക്ട് ചെയ്ത് വെക്കും. ആ കണക്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് പ്രവർത്തന സ്മൃതി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ഈ പ്രവർത്തന സ്മൃതിയാണ് നിത്യജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓർമ്മശക്തി. പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്രവർത്തന സ്മൃതി ഉണ്ടെങ്കിലേ പഠിക്കുന്ന കാര്യം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും. ഒരു ഉദ്യോഗസ്ഥന് പ്രവർത്തന സ്മൃതി ഉണ്ടെങ്കിലേ തലേ ദിവസം ചെയ്ത ജോലിയും ഇന്നത്തെ ജോലിയും തമ്മിലുള്ള ഒരു തുടർച്ച, കണ്ടിന്യൂറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രവർത്തന സ്മൃതി കുറവുള്ള ആളുകളാണ് പലപ്പോഴും പഠന പ്രശ്നങ്ങളും ശ്രദ്ധ കുറവും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോയി പഠനത്തിലും ജോലിയിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഇനി ഈ 3 രീതിയിൽ ഈ പ്രവർത്തന സ്മൃതി നമുക്ക് നഷ്ടപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ 20 വയസ്സിൽ ഡിഗ്രി പാസ്സാവുന്ന ഒരു വ്യക്തി ഉപരിപഠനത്തിന് വേണ്ടി ജർമ്മനിയിൽ പോകുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം 3 വർഷം അവിടെ ഒരു ഉന്നത പഠനം നടത്തി. ജർമ്മനിയിൽ ജീവിക്കണമെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷ് കൊണ്ടൊന്നും പറ്റില്ല, ജർമ്മൻ ഭാഷ പഠിച്ചേ പറ്റും. ജർമ്മൻ പറയാനും എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം, എങ്കിലേ അവിടെ ജീവിക്കാൻ പറ്റും. 3 വർഷത്തെ ജർമ്മൻ ജീവിതത്തിനൊടുവിൽ നാം ജർമ്മൻ നന്നായി സംസാരിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു. പക്ഷെ 3 വർഷത്തെ ഉപരിപഠനത്തിന് ശേഷം നമ്മൾ നേരെ കേരളത്തിലേക്ക് വരുന്നു. അവിടെ നമുക്കൊരു ജോലി കിട്ടുന്നു. ഒരു 30 കൊല്ലം കേരളത്തിൽ ജോലി ചെയ്യുക. അതിനുശേഷം ജർമ്മനിയിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക. ഈ 30 കൊല്ലം കൊണ്ട് എന്തായിരിക്കും നമ്മുടെ ജർമ്മൻ പരിജ്ഞാനത്തിന് സംഭവിക്കുക? നമ്മൾ ആരോടും ജർമ്മനിൽ സംസാരിച്ചില്ലെങ്കിൽ വലിയൊരളവ് നമ്മുടെ ജർമ്മൻ ഭാഷാ പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. അത് ഉപയോഗിക്കാതെ ഇരുന്ന് തലച്ചോറിൽ നിന്നും മാഞ്ഞു പോകും. ഡിസ്യൂസ് അട്രോഫി, ഉപയോഗിക്കാതെ ഇരുന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു പ്രതിഭാസം. ഇതാണ് ഓർമ്മകൾ നശിക്കുന്ന ഒരു വശം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഗണിതശാസ്ത്രത്തിന്റെ സങ്കീർണമായ പല വശങ്ങളും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിക്കുന്നില്ലായിരിക്കാം. കാരണം നമ്മൾ പിന്നീട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു കാരണം കൊണ്ട് ഓർമ്മ നശിക്കാം. വേദനാജനകമായ ഓർമ്മകൾ കുഴിച്ചു മൂടാനുള്ള ഒരു കഴിവ് നമ്മുടെ മനസ്സിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക നിങ്ങളെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി വല്ലാതെ കുറ്റം പറഞ്ഞു, അവഹേളിച്ചു, പരിഹസിച്ചു. നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു വേദനാജനകമായ ഒരു ഓർമ്മ നമുക്കുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ആ സ്കൂളിൽ നമ്മൾ പാസ്സായി പോയി, കോളേജിലേക്ക് പോയി, പിന്നീട് ഉന്നത നില കൈവരിച്ചു, അത്യാവശ്യം ജോലി ചെയ്യുന്ന മേഖലയിൽ അത്യാവശ്യം പേരും പ്രശസ്തിയൊക്കെ കൈവരിച്ചു വിചാരിക്കുക. വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആ സ്കൂളിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുക. നിങ്ങൾ പോകുമോ പോകില്ലയോ എന്നുള്ളതാണ് ചോദ്യം. പോകുന്നതാണ് നല്ലത്, അല്ലെ? കാരണം ജീവിതത്തിൽ സ്ഥായിയായ ശത്രുതകൾ പാടില്ല എന്നാണ്. സ്ഥായിയായ മിത്രങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്, സ്ഥായിയായ ശത്രുക്കളില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരത്തിലുള്ള വേദനാജനകമായ ഓർമ്മകളെയൊക്കെ നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് കുഴിച്ചിടാൻ തലച്ചോറിന് ഒരു കഴിവുണ്ട്. ഇതിനെ റിപ്രഷൻ എന്ന് പറയും. ഈ റിപ്രഷൻ നല്ല തരത്തിലുള്ള ഒരു സ്മൃതി നാശമാണ്. ഓർമ്മകൾ നശിക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. കാരണം വിഷമകരമായ ഓർമ്മകളൊക്കെ കുഴിച്ചിടാൻ ഈ ഒരു റിപ്രഷൻ എന്ന കഴിവ് കൊണ്ട് സാധിക്കും. ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തീവ്രമായ പ്രണയത്തിലായിരുന്ന ഒരു വ്യക്തി, ആ പ്രണയം തുടർന്നു പോകാൻ പറ്റുന്നില്ല, സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല. ഈ റിപ്രഷൻ ഉണ്ട് എങ്കിൽ പിരിഞ്ഞുപോക്ക് പോലും
നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടിയ ശേഷം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മറിച്ച് റിപ്രഷൻ എന്നൊരു കഴിവ് വികസിച്ചിട്ടില്ലാത്തൊരു വ്യക്തി ഇതിൽ നിന്ന് പുറത്ത് കടക്കാനേ പറ്റില്ല. ജീവിതകാലം മൊത്തം, ജീവിതാന്ത്യം വരെ ഈ വേദനാജനകമായ ഓർമ്മയും തലയിൽ ചുമന്നുകൊണ്ട് വിഷമിച്ച് ജീവിതം കത്തി എരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇനി മൂന്നാമതൊരു രീതിയിൽ ഓർമ്മശക്തികൾ നശിക്കാം. അത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ജീർണിച്ചു പോകുന്ന വഴിയാണ്. ഓർമ്മശക്തിയെ നിർണയിക്കുന്നത് തലച്ചോറിൽ നിലനിൽക്കുന്ന അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. 10ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകത്തിന്റെ ഓർമ്മയിലേക്കൊന്ന് തിരിച്ചു പോയാൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളതുപോലെയുള്ള കോശങ്ങൾ തലച്ചോറിലുമുണ്ട്. മസ്തിഷ്ക കോശങ്ങൾ, ന്യൂറോൺസ്. ഈ രണ്ട് മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ ഉള്ള ഇടവേള സിനാപ്സ് എന്ന് പറയും. ആ സിനാപ്സ് എന്ന് പറയുന്ന പ്രദേശത്ത് ചില രാസവസ്തുക്കൾ ഉണ്ടാവും. അവയെ നാഡീ സംപ്രേക്ഷണികൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ നാഡീ സംപ്രേക്ഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും സംവേദനങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഓർമ്മയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഡീ സംപ്രേക്ഷണിയാണ് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ അസറ്റൈൽ കോളിൻ. അപ്പൊ അസറ്റൈൽ കോളിൻ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ, നാഡീവ്യൂഹങ്ങൾ, അവ ജീർണിച്ചു പോകുമ്പോൾ, ഡീജനറേറ്റ് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഓർമ്മകൾ നശിക്കാം. നമ്മുടെ മേധാക്ഷയ രോഗങ്ങൾ, മറവി രോഗങ്ങൾ, അൽസൈമേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഈ അസറ്റൈൽ കോളിൻ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ ജീർണിച്ചു പോകുന്നതാണ്. അങ്ങനെയും ഓർമ്മകൾ നശിക്കാം. അപ്പൊ ഈ 3 രീതികളിൽ, 1 ഉപയോഗിക്കാതെ ഇരുന്ന്, 2 വേദനാജനകമായ ഓർമ്മകളെ ഒഴിച്ചിട്ടുകൊണ്ട്, 3 തലച്ചോറിലെ കോശങ്ങൾ ഡീജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഓർമ്മകൾ പോവാം. പക്ഷെ നമ്മള് ഈ പ്രവർത്തന സ്മൃതികളിലെ ചില ഘടകങ്ങൾ ആവർത്തിച്ച് നമ്മൾ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ പേന കൊണ്ട് എഴുതാൻ പഠിച്ചു, നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതൊരു സ്ഥായിയായ ഒരു ഓർമ്മയായി മാറും. നീന്തൽ പഠിച്ചു, ദിവസവും നീന്താൻ പോയി, സ്ഥായിയായ ഓർമ്മയാവും. ഡ്രൈവിംഗ് പഠിച്ചു, കറി അരിയാൻ പഠിച്ചു, കതക് കുറ്റിയിടാൻ പഠിച്ചു, ശസ്ത്രക്രിയ ചെയ്യാൻ പഠിച്ചു. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം തലച്ചോറിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. അങ്ങനെ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഓർമ്മകളെയാണ് ചിരസ്മൃതി അല്ലെങ്കിൽ പെർമനന്റ് മെമ്മറി എന്ന് പറയും. ഈ ചിരസ്മൃതിയെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. ഒന്ന് സ്പഷ്ടസ്മൃതി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. 2 സൂചക സ്മൃതി അഥവാ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. എന്താണ് ഈ സ്പഷ്ടസ്മൃതി? സ്പഷ്ടസ്മൃതി എന്ന് പറയുന്നതിനെയും നമുക്ക് 2ആയിട്ട് വീണ്ടും വിഭജിക്കാം. അതിൽ ഒന്നാമത്തേത് സംഭവങ്ങൾ ഓർത്തിരിക്കാനുള്ള കഴിവാണ്. സംഭവ സ്മൃതി അഥവാ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയും. നമ്മളൊരു യാത്രയ്ക്ക് പോയി, ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരു സിനിമയിലെ കഥ പോലെ സീക്വൻസായി, സീൻ ബൈ സീനായി തിരിച്ചു വന്ന ശേഷം നമുക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതിനെ നമ്മൾ പറയുന്നത് സംഭവ സ്മൃതി അല്ലെങ്കിൽ എപ്പിസോഡിക് മെമ്മറി എന്നാണ്. ഇനി 2ആമത്തേത് വാക്കുകളുടെ അർത്ഥം, വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം, അത് മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന ഒരു തരം സ്മൃതിയുണ്ട്. ഇതും സ്പഷ്ടസ്മൃതിയുടെ 2ാമത് വകഭേദമാണ്. ഇപ്പോ PSC പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇന്ത്യയിൽ ഇതുവരെയുള്ള പ്രസിഡന്റുകളുടെ ലിസ്റ്റ് പഠിക്കുന്നു ഒരു ഓർഡറിൽ. വസ്തുതകൾ, ഇതിനെയാണ് നമ്മൾ വസ്തുതാസ്മൃതി അഥവാ സെമാന്റിക് മെമ്മറി എന്ന് പറയും. അപ്പൊ സംഭവസ്മൃതിയും വസ്തുതാസ്മൃതിയും സ്പഷ്ടസ്മൃതിയുടെ 2 വകഭേദങ്ങളാണ്. ഇനി 2ാമത്തെ സ്മൃതിയുടെ, ഈ ചിരസ്മൃതിയുടെ 2ാമത്തെ വകഭേദമാണ് സൂചക സ്മൃതി അഥവാ ഇംപ്ലിസിറ്റ് മെമ്മറി. സൂചക സ്മൃതിയിലും നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മൾ ഒരുപാട് പ്രക്രിയകൾ ചെയ്യാൻ പഠിച്ചു. പേന പിടിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു, കറിക്ക് അരിയാൻ പഠിച്ചു, കതക് കുറ്റിയിടാൻ പഠിച്ചു, നീന്താൻ പഠിച്ചു, ശസ്ത്രക്രിയ ചെയ്യാൻ പഠിച്ചു, ഡാൻസ് കളിക്കാൻ പഠിച്ചു. ഈ പ്രക്രിയകളൊക്കെ തന്നെ നമ്മൾ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മുടെ തലച്ചോറിൽ നിൽക്കും. ഇതിനെയാണ് പ്രൊസീജറൽ മെമ്മറി അഥവാ പ്രക്രിയാസ്മൃതി എന്ന് പറയുന്നത്. ഇനി സൂചകസ്മൃതിയുടെ 2ാമത്തെ വകഭേദം ജനിതകമായി തന്നെ, മനുഷ്യവംശത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ജീനുകളിലൂടെ ചില ഓർമ്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ജനിച്ച വീണൊരു കുഞ്ഞ്
കരയുന്നു. ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? അല്ല. അത് കഴിഞ്ഞ് അധികം വൈകാതെ മുലപ്പാൽ കുടിക്കുന്നു. ഈ മുലപ്പാൽ കുടിക്കുന്ന രീതി ഈ കുട്ടിയെ ആരും പഠിപ്പിച്ചിട്ടില്ല, ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി, ജീവസന്ധാരണത്തിന് വേണ്ടി ജീനുകളിലൂടെ ഈ പറഞ്ഞ ഓർമ്മകൾ മനുഷ്യന് ലഭിക്കുന്നു. ഇതിനെയാണ് ജനിതക സ്മൃതി അല്ലെങ്കിൽ ജനറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഓർമ്മശക്തികളുടെ വിവിധ തരങ്ങൾ, ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് പറയും. അപ്പൊ ഇനി ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വിഷയം സാധാരണ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലകൾ നടത്തിയാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. കാരണം അത്രയ്ക്കധികം വ്യത്യസ്തമായ ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട വിഷയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ എങ്കിലും നമുക്കിപ്പോ അതിനെ ഒന്ന് ക്യാപ്സ്യൂളാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓർമ്മയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒന്നാമത്തെ സംഗതി, ശാന്തമായ മനസ്സോടെ ഒരു കാര്യത്തെ സമീപിച്ചാൽ മാത്രമേ അത് ഓർമ്മയിൽ പതിയുകയുള്ളൂ. റിലാക്സേഷൻ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത്, ശ്രദ്ധ പതറാതെ പൂർണ്ണമായും നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മൊത്തം ആ സംഗതിയിലേക്ക് കേന്ദ്രീകരിച്ചാൽ മാത്രമേ അത് ഓർമ്മയിൽ നിലനിൽക്കുകയുള്ളൂ. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത. 3, ഈ തലച്ചോറിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, കൺസോളിഡേഷൻ ഓഫ് മെമ്മറി, ഓർമ്മകളുടെ സ്ഥാപനം എന്ന് പറയും. ഇത് നടക്കുന്നത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഒരു 6 മണിക്കൂർ തുടർച്ചയായ തടസ്സമില്ലാത്ത സുഖനിദ്ര ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കാൻ പറ്റും. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം, സ്ലീപ്പ്. 4, ഓർമ്മ കൂട്ടാൻ സഹായിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയാം. ആകർഷകമല്ലാത്ത, നമ്മളെ ഒരു തരത്തിലും ഉത്തേജിപ്പിക്കാത്ത ചില കാര്യങ്ങൾ പോലും രസകരമായ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തലച്ചോറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ആ രസകരമായ ആ കോഡുകൾ അല്ലെങ്കിൽ ടിപ്പുകൾ അതുമായി ലിങ്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ നാള് മനസ്സിൽ നിന്നിരിക്കും. അതാണ് ഓർമ്മ വർദ്ധിപ്പിക്കുന്ന തന്ത്രങ്ങൾ. ഇതാണ് 4-ാമത്തേത്. 5, ഓർമ്മ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ്. അതിൽ ഭക്ഷണമുണ്ട്, നമ്മൾ ഉപയോഗിക്കേണ്ട വസ്തുക്കളുണ്ട്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ, പുകവലിയും മദ്യപാനവും അടക്കമുള്ള സംഗതികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത്. അപ്പൊ ഇത്രയുമാണ് ഓർമ്മകൾ മെച്ചപ്പെടുത്താനുള്ള 5 കാര്യങ്ങൾ എന്നെ ക്യാപ്സ്യൂൾ. ഇതിന് വളരെ വിശദമായിട്ട് എങ്ങനെ ഓർമ്മ മെച്ചപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലീവ്, ലേൺ, ലുക്ക് ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ബുക്കുണ്ട്. അതിനകത്ത് ഈ ഓർമ്മ മെച്ചപ്പെടുത്താനുള്ള വ്യത്യസ്തമായ മാർഗങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിലെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഒന്ന് തൊട്ടുപോകാം, സമയം പരിമിതമായത്. ഒന്നാമത്, നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ശാന്തമായ മനസ്സോടെ അതിനെ സമീപിക്കുക, റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക. ഈ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ലളിതമായ ഒരു റിലാക്സേഷൻ ടെക്നിക്ക് മാത്രം പറയാം. ഇതിനെ നമ്മൾ 5:1 ബ്രീത്തിങ് അല്ലെങ്കിൽ 1:5 ബ്രീത്തിങ് ആണ്. 1:5 ബ്രീത്തിങ് എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ കസേരയിൽ നിവർന്നിരുന്ന് തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ ഇരുന്നുകൊണ്ട് 2 മൂക്കിലൂടെയും ശ്വാസം ദീർഘമായി അകത്തോട്ട് നല്ല ശബ്ദത്തോടെ വലിക്കുന്നു. 1 സെക്കൻഡ് സമയം ചെലവഴിച്ച്, അതിനുശേഷം 5 സെക്കൻഡ് സമയം ചെലവഴിച്ച് വളരെ സാവധാനം, ഒട്ടും ശബ്ദമില്ലാതെ പതിയെ 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 അത് പുറത്തേക്ക്. ഇതൊരു 25 പ്രാവശ്യം ആവർത്തിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. ഇത് 25 പ്രാവശ്യം ചെയ്തിട്ട് തുടങ്ങിയാൽ ശാന്തമായ മനസ്സ്, വെപ്രാളമോ ടെൻഷനോ ഒന്നും ഇല്ലാത്തൊരു മനസ്സ് നമുക്ക് ഉണ്ടാകും. ആ മനസ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം, പഠനമായാലും ജോലിയായാലും എന്തായാലും. അപ്പൊ ഇതാണ് റിലാക്സേഷൻ. രണ്ടാമത്തേത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത. നമ്മുടെ ചിന്തകള്, ഓർമ്മകള് മറ്റു സ്ഥലങ്ങളിലേക്ക് പതറിപ്പോകാതെ
നമ്മൾ ഏത് സംഗതിയിലേക്കാണോ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിലോട്ട് പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു കഴിവും ആ കേന്ദ്രീകരിച്ച ആ ശ്രദ്ധയെ ദീർഘനേരം നിലനിർത്താനുള്ള കഴിവുമാണ് ഏകാഗ്രത. ഏകാഗ്രത മെച്ചപ്പെടുത്താനും നിരവധി മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗം മാത്രം പറഞ്ഞു പോകാം. ഇതിനെ മനോനിറവ് ധ്യാനം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയും. അപ്പൊ മനോനിറവ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നിമിഷത്തിലാണോ ജീവിക്കുന്നത് ഈ നിമിഷത്തെ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും വിവേചിക്കാതെ പരിപൂർണമായിട്ട് ഈ നിമിഷത്തിൽ മുഴുകുക, ലയിക്കുക എന്നുള്ളതാണ് ഓരോ നിമിഷത്തിലേക്കും. അതാണ് മനോനിറവ്. മനോനിറവ് പരിശീലനത്തിന് പല മാർഗങ്ങളുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു മനോനിറവ് ധ്യാന രീതി. നമ്മൾ നേരത്തെ പറഞ്ഞ 1:5 ബ്രീത്തിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ നിവർന്നിരുന്ന് കണ്ണടച്ചിരുന്ന് നമ്മുടെ ഇടത് കൈ നെഞ്ചിലേക്കും വലത് കൈ വയറ്റിലേക്കും വെച്ചിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു. എന്നിട്ട് മൂക്കിലൂടെ കാറ്റ് അകത്തേക്ക് ഒഴുകി തൊണ്ടയിലൂടെ താഴേക്ക് വന്ന് നെഞ്ചിലേക്ക് നിറയുന്നത് നമുക്ക് അറിയാം. തിരിച്ച് നെഞ്ചിൽ നിന്ന് കാറ്റ് മുകളിലേക്ക് ഉയർന്ന് തൊണ്ട വഴി മൂക്ക് വഴി പുറത്തേക്ക് വരുന്നത് നമുക്ക് അറിയാം. അപ്പോൾ ഇതിലോട്ട് തന്നെ ഇങ്ങനെ 15 മിനിറ്റ് നേരം പരിപൂർണമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നതിന്റെ തന്ത്രങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഏറ്റവും ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റു പല ചിന്തകളിലേക്ക് മനസ്സ് മാറിപ്പോയിരിക്കും. പക്ഷെ ആ ചിന്തകളുടെ പുറകെ പോകരുത്. ഉടൻ തന്നെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ഓരോ പ്രാവശ്യം മറ്റു ചിന്തകളിലേക്ക് ശ്വാസം പതറിപ്പോകുമ്പോഴും ഉടൻ തന്നെ ശ്വാസത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധ മടക്കി കൊണ്ടുവരിക. ഇങ്ങനെ 15 മിനിറ്റ് ഇരിക്കുക. ദിവസേന രാവിലെ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഒരു 3 മാസം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ജോലി, വായിക്കുന്ന വിഷയം, പഠിക്കുന്ന പാഠം അതിലോട്ട് പൂർണ്ണമായിട്ട് ശ്രദ്ധ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായിട്ട് അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി അല്ലെങ്കിൽ ഓർമ്മകളുടെ സ്ഥാപനം എന്ന് നമ്മൾ പറഞ്ഞത്. ഈ ഓർമ്മകളുടെ സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നല്ല ഉറക്കമാണ്. 6 മണിക്കൂറെങ്കിലും തുടർച്ചയായി ഉറങ്ങിയാൽ മാത്രമേ ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ നിദ്രാശുചിത്വ വ്യായാമങ്ങൾ അഥവാ സ്ലീപ്പ് ഹൈജീൻ എക്സർസൈസസ് എന്ന് പറയാം. അപ്പോൾ നിദ്രാശുചിത്വ വ്യായാമങ്ങൾ എന്തൊക്കെയാണ്, അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ആഴ്ചയിൽ ഒരു 6 ദിവസമെങ്കിലും നിശ്ചിതമായൊരു സമയത്ത് ഉറങ്ങുക, നിശ്ചിതമായ സമയത്ത് ഉണരുക. ഉറങ്ങുന്ന സമയം മാറ്റിക്കൊണ്ടിരിക്കരുത് വല്ലാതെ. 2, ഉച്ചയ്ക്ക് ശേഷം ചായ, കാപ്പി, കോള എന്നീ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ഇതെല്ലാം മസ്തിഷ്ക ഉത്തേജക പദാർത്ഥങ്ങളാണ്, അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. 3, ഉറങ്ങുന്നതിന് 5 മുതൽ 6 മണിക്കൂർ മുൻപ് 1 മണിക്കൂർ നേരം സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്യുക. നല്ല വേഗത്തിൽ നടക്കുകയോ ഓടുകയോ ജോഗ് ചെയ്യുകയോ സ്പ്രിന്റ് ചെയ്യുകയോ സൈക്കിൾ ചവിട്ടുകയോ നീന്തലോ എന്ത് വേണ്ടില്ല, സൂര്യപ്രകാശം കൊണ്ട് ശരീരം നന്നായി വിയർക്കുന്ന രീതിയിൽ 1 മണിക്കൂർ വ്യായാമം. അതിനുശേഷം തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കാം. ഈ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ വികസിക്കും. എന്നാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ആ രക്തക്കുഴലുകൾ ചുരുങ്ങും. ഈ രക്തക്കുഴലുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ പദാർത്ഥങ്ങൾ, അത് നിക്കോട്ടിനാകാം, കൊളസ്ട്രോൾ ആകാം, മധുരത്തിന്റെ പദാർത്ഥങ്ങളാകാം, കാൽസ്യം ആകാം, ഇതൊക്കെ അടിഞ്ഞുകൂടാൻ സാധ്യത കുറവാണ്. അപ്പൊ തന്നെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കും. ഈ രീതിയിലുള്ള കാര്യം. അപ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 1 മണിക്കൂർ മൊബൈൽ ഫോൺ അടക്കം എല്ലാ ദൃശ്യമാധ്യമങ്ങളും മാറ്റിവെക്കണം. എങ്കിലേ നല്ല ഉറക്കം കിട്ടും. കിടക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ആദ്യം പറഞ്ഞ 25 പ്രാവശ്യമുള്ള 1:5 ബ്രീത്തിങ് അതും കൂടെ ചെയ്തിട്ട് കിടന്നാൽ ഏറ്റവും നല്ലത്, ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ.
നാലാമത്തേത് പഠനതന്ത്രങ്ങൾ. അപ്പൊ പഠനതന്ത്രങ്ങൾക്ക് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞ ബുക്കിനകത്ത് വിശദമായിട്ട് അതിന്റെ പല വിശദാംശങ്ങളും ഉണ്ട്. ആ ബുക്കിന്റെ പേരും അത് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിന്റെ വാങ്ങാനുള്ള കോൺടാക്ട് നമ്പറും ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയും. ഉദാഹരണത്തിന് 10 വാക്കുകൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, കാണാതെ പഠിച്ചു. സ്കൂളുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഇപ്പൊ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഓർമ്മ കൂട്ടാനുള്ള ഒരു മാർഗമാണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ 10 കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു വയ്ക്കുകയാണ്. അപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക്, പേന, ബാഗ്, ബസ്, സ്കൂള്, ബെഞ്ച്, ഡെസ്ക്, ബോർഡ്, ടീച്ചർ, ബെല്ല്. 10 വാക്കുകൾ. 10 വാക്കുകൾ സ്കൂളുമായി ബന്ധപ്പെട്ട 10 റാൻഡം വേർഡ്സ് ആണ്. ഇത് നന്നായി ഓർത്തിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഈ 10 വാക്കുകളെ ഘടിപ്പിച്ചൊരു കഥയുണ്ടാക്കുക, ഒരു സിനിമയുണ്ടാക്കുക. സിനിമയിലെ രംഗങ്ങൾ പോലെ അതിനെ തലച്ചോറിൽ ശേഖരിക്കുക. ഇപ്പോ എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ പോകുന്ന ഒരു രംഗം മനസ്സിൽ കാണാം. അവൻ ആദ്യം ബുക്ക് എടുക്കുന്നു കൈകൊണ്ട്, പിന്നെ പേന എടുക്കുന്നു. ഇത് രണ്ടും കൂടെ ബാഗിനകത്തോട്ട് ഇടുന്നു. ബാഗും തോളിൽ തൂക്കി ബസ്സിൽ കയറുന്നു. ബസ് നേരെ സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി ആദ്യം ബെഞ്ചിലിരിക്കുന്നു. തൊട്ട് ഫ്രണ്ടിൽ ഡെസ്ക് ഉണ്ട്. നേരെ നോക്കുമ്പോൾ ബോർഡ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് പഠിപ്പിക്കാൻ ടീച്ചർ വരുന്നു. പഠിപ്പിച്ചു കഴിയുമ്പോൾ ബെല്ലടിക്കും. ഈ സിനിമ ഇതുപോലെ ഓർത്തിരുന്നാൽ ഈ 10 വേർഡ്സും കറക്റ്റ് ഓർഡറിൽ തെറ്റാതെ ഏത് അർത്ഥരാത്രിയിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. ഏതാനും സെക്കൻഡുകളെ എടുത്തുള്ളൂ ഇത് നമ്മൾ പഠിക്കാൻ, ഓർക്കുക. അപ്പൊ ഇതേപോലെ പഠിക്കുന്ന ഏത് വിഷയവും, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് വിഷയവും ഈ ഒരു സിനിമ പോലെ നമുക്ക് ഘടിപ്പിച്ചു വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള അനവധി ഓർമ്മ വർദ്ധിപ്പിക്കുന്ന തന്ത്രങ്ങളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിലും ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു വന്നു. ഇനി 5-ാമത്തെ കാര്യം, ഓർമ്മ മെച്ചപ്പെടുത്താൻ വേണ്ടുന്ന അന്തരീക്ഷം. അതിൽ ഓർമ്മയുമായി ബന്ധപ്പെട്ട ഭക്ഷ്യവസ്തുക്കളും ലഹരി വസ്തുക്കളും എല്ലാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഓർമ്മ കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ടോ? പലരും ചോദിക്കാം. ഓർമ്മ നശിപ്പിക്കാതിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ടെന്ന് പറയാം. ഓർമ്മ വല്ലാതെ അങ്ങ് മെച്ചപ്പെടുത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായിട്ട് പലതും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പലതും പറയാറുണ്ട്. പലതരത്തിലുള്ള നാട്ടുമരുന്നുകളും അങ്ങനെ പലതും ഓർമ്മ കൂട്ടുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷേ പഴങ്ങളും പച്ചക്കറികളും നാരുള്ള പദാർത്ഥങ്ങളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആമാശയത്തിൽ നിന്ന് കൊഴുപ്പും മധുരവും ആഗിരണം ചെയ്യുന്ന കുറയ്ക്കാൻ സഹായിക്കും. അതുവഴി തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടയുന്നത് തടയാൻ സഹായിക്കും. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്. അതേസമയം ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞ സംഗതികൾ, ബേക്കറിയിലെ പദാർത്ഥങ്ങൾ, മധുരപലഹാരങ്ങൾ, ഇത്തരം സംഗതികൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടയാനും അതുവഴി ഓർമ്മ കുറയാനും കാരണമാകും. ഇനി പുകവലി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മശക്തിയെ നശിപ്പിക്കുന്ന സംഗതികളാണ്. പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മറ്റു ലഹരി വസ്തുക്കളും, പല ലഹരി വസ്തുക്കളും താൽക്കാലികമായിട്ട് പെട്ടെന്ന് തലച്ചോറിൽ ഒരു വ്യക്തതയൊക്കെ വരുന്നതായിട്ട് തോന്നുമെങ്കിലും ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ ഓർമ്മശക്തിയെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. ചിട്ടയായ ഒരു വ്യായാമം നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമം ചെയ്യുന്നത് ഓർമ്മശക്തി മെച്ചപ്പെടാൻ സഹായിക്കുന്ന ഒരു കാര്യം. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായിട്ടുള്ള ഗവേഷണ ജേണലായ ലാൻസെറ്റ് ഇടയ്ക്കിടെ വ്യത്യസ്ത രോഗാവസ്ഥകളുടെ കാരണങ്ങളെക്കുറിച്ചും പരിഹാരമാർഗങ്ങളെക്കുറിച്ചും ഒക്കെ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ അതിൽ 2024 ഈ ലാൻസെറ്റ് ഒരു ലാൻസെറ്റ് കമ്മീഷൻ റിപ്പോർട്ട് മറവി രോഗത്തിന്റെ, മേധാക്ഷയത്തിന്റെ കാരണങ്ങളായിട്ടുള്ള ഘടകങ്ങൾ, അതിനെ ലോകവ്യാപകമായി നടത്തിയ ഗവേഷണങ്ങൾക്കെല്ലാം കൂടെ ക്രോഡീകരിച്ച് 2ആയിട്ട് ഈ മറവി രോഗത്തിന്റെ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളെ വിഭജിച്ചു. അതിലൊന്ന് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത, മാറ്റാൻ സാധിക്കാത്ത അപകട ഘടകങ്ങൾ, ജനിതകമായ ഘടകങ്ങൾ, പാരമ്പര്യം ഒന്നും മാറ്റാൻ പറ്റില്ല. അച്ഛനെ അമ്മയൊന്നും തിരഞ്ഞെടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അപ്പൊ ജീനുകളിലൂടെ മറവി രോഗത്തിന്റെ സാധ്യത വന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഒരു 55% കാരണങ്ങളും നോൺ മോഡിഫയബിൾ ആണ്, മാറ്റാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള 45% കാരണങ്ങൾ
മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്, മാറ്റാൻ കഴിയുന്ന കാരണങ്ങളാണ്. ആ 14 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഈ 14 കാരണങ്ങളിൽ ഒരെണ്ണം ബാല്യകാലത്തുള്ളൊരു കാരണമാണ്, 10 മധ്യവയസ്സിലുള്ളതാണ്, ബാക്കിയുള്ള 3 വാർദ്ധക്യത്തിൽ 60 വയസ്സിന് ശേഷം പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പൊ എന്താണ് കുട്ടിക്കാലത്തെ സംഗതി? വിദ്യാഭ്യാസത്തിന്റെയും വായനയുടെയും അഭാവമാണ് മറവി രോഗം വരാനുള്ള സാധ്യത കൂട്ടുന്ന ഒന്നാമത്തെ ഘടകം. വിദ്യാഭ്യാസം കുറവാണ് എങ്കിൽ, വായനശീലം തെല്ലുമില്ല എങ്കിൽ നിങ്ങൾക്ക് 5% മറവി രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനി മധ്യവയസ്സിൽ വരുന്ന കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ചെറുപ്പത്തിലെ വിദ്യാഭ്യാസമാണ് ഉദ്ദേശിക്കുന്നത്. മധ്യവയസ്സിൽ 10 ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. LDL കൊളസ്ട്രോൾ എന്ന സംഗതിയുടെ അളവ് കൂടുന്നു. ഇത് വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തലച്ചോറിന് പരുക്ക് ഉണ്ടാകുന്ന സാധ്യത, മറവി രോഗ സാധ്യത കൂട്ടുന്നു. LDL കൊളസ്ട്രോൾ വളരെ കൂടി നിന്നാൽ 7% മറവി രോഗ സാധ്യത വരുന്നു എന്നാണ് പറയുന്നത്. അതേസമയം മധ്യവയസ്സിലെ കേൾവിക്കുറവ്, അതും 7% മറവി രോഗ സാധ്യത കൂട്ടുന്നു. തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ 3% മറവി രോഗ സാധ്യത കൂട്ടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദ രോഗം 3% മറവി രോഗ സാധ്യത കൂട്ടുന്നു. പുകവലിയും മദ്യപാനവും അമിതവണ്ണവും പ്രമേഹവും കായിക വ്യായാമമില്ലായ്മയും ഒക്കെ മറവി രോഗ സാധ്യതകൾ 1% തൊട്ട് 2% വരെ കൂട്ടുന്ന ഘടകങ്ങളാണ്. അമിത രക്തസമ്മർദ്ദവും ഇതേപോലെ മറവി രോഗത്തിന്റെ സാധ്യത കൂട്ടുന്നു. ഇതൊക്കെ മധ്യവയസ്സിലെ ഘടകങ്ങൾ. ഈ വാർദ്ധക്യത്തിൽ 3 കാര്യങ്ങളാണ് മറവി രോഗ സാധ്യത കൂട്ടുന്നത്. ഒന്ന്, വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ, ഒറ്റയ്ക്ക് കഴിയേണ്ടി വരിക, മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരിക വാർദ്ധക്യത്തിൽ 60 വയസ്സിന് ശേഷം 5% കണ്ട് മറവി രോഗ സാധ്യത കൂട്ടുന്നു. അന്തരീക്ഷ മലിനീകരണം 3% കണ്ട് മറവി രോഗ സാധ്യത കൂട്ടുന്നു. വാർദ്ധക്യത്തിലെ കാഴ്ചക്കുറവ് 2% കണ്ട് മറവി രോഗ സാധ്യത. അപ്പൊ ഈ 14 ഘടകങ്ങളാണ് മറവി രോഗ സാധ്യത കൂട്ടുന്ന മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്ന, പരിഹരിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ ഘടകങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പരമാവധി വായിക്കുക, പറ്റുമെങ്കിൽ കൂടുതൽ പഠിക്കുക, കൂടുതൽ കോഴ്സുകൾ പഠിക്കുക. മധ്യവയസ്സിൽ LDL കൊളസ്ട്രോൾ വർദ്ധിക്കാതെ സൂക്ഷിക്കുക, കേൾവി പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക, തലയ്ക്ക് പരിക്കേൽക്കാതെ സൂക്ഷിക്കുക, വിഷാദ രോഗം വന്നാൽ അത് ചികിത്സിക്കുക അടിയന്തരമായിട്ട്, പ്രഷറും ഷുഗറും അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക, അമിതവണ്ണം ഉണ്ടാവാതെ നോക്കുക, കായിക വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കുക. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയാതെ കഴിയുന്നത്ര ആളുകളോടൊപ്പം കഴിയുന്നതാണ് നല്ലത്. അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത പ്രദേശങ്ങളിൽ കഴിയുന്നത്ര ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. സാധ്യമാണോ എന്നറിയില്ല. അതുപോലെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വന്നാൽ അടിയന്തരമായി വൈദ്യസഹായം തേടി അതിനെ പരിഹരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ മറവി വരാതെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ 45 മിനിറ്റ് നേരം എന്നെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. ആളുകൾ സംശയം ചോദിക്കാനായിട്ടുണ്ട്. അത് നമ്മളൊരു രീതി അനുസരിച്ച് ആദ്യം ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അനൗൺസ്മെന്റിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രമമായിട്ട് വിളിക്കുന്നതാണ്. ഓരോ ചോദ്യവും ചോദിച്ചതിന് ശേഷം അതാത് സമയത്ത് തന്നെ മറുപടി പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ ഫോറത്തിൽ നിലനിൽക്കുന്നത്. സാറിന് ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. ഓരോരുത്തരും ചോദ്യം ചോദിക്കുന്ന ആളുകൾ ദയവായിട്ടൊരു കാര്യം ചെയ്യേണ്ടത്, ചോദ്യത്തിലേക്ക് മാത്രം, ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് വരാൻ മാത്രം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിലേക്ക് വരാൻ പരിമിതമായ സമയം ഉപയോഗിച്ച് അതിൽ ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ അനൗൺസ്മെന്റ്സ് ഉള്ളത് VI ജേക്കബ് സാറ് അറിയിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതിനുള്ള അവസരം കൂടെയാണ്. താങ്ക് യു അച്ഛൻ. പ്രിയരെ, അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ അടുത്ത ലൈവ് വെബിനാർ 291ാമത് വെബിനാർ
പതിവ് പോലെ അടുത്ത ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 14 രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അടുത്ത വെബിനാറിന്റെ ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് ഏവരും വന്ന് സംബന്ധിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അനൗൺസ്മെന്റ് ഇവിടെ ഉപസംഹരിക്കുന്നു. ഇത്രയുമാണ് പറയാം. താങ്ക് യു സാർ. നമുക്കിപ്പം ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരവും അത് നമ്മുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരമാണ്. ആദ്യം എ വി ഇട്ടി സാറ്, തുടർന്ന് ഡോക്ടർ അശ്വതി ജോൺ. എ വി ഇട്ടി സാറിന്റെ ചോദ്യം ചോദിക്കും. എല്ലാവർക്കും സ്നേഹവന്ദനം. വിശിഷ്യ ഇന്നത്തെ ക്ലാസ് നയിച്ചതായിട്ടുള്ള ഡോക്ടർ അരുണിന് വളരെ വിജ്ഞാനപ്രദമായി അദ്ദേഹം അവതരിപ്പിച്ചതായ ക്ലാസിന്റെ പേരിൽ നന്ദി പറയുന്നു, അനുമോദനം അർപ്പിക്കുന്നു. നേരിട്ടുള്ളതായ ഒരു ചോദ്യം. ഇപ്പം ഈ കിട്ടിയതായ അറിവുകൾ ഏറെ പ്രയോജനകരമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ എൻ്റെ ഒരു ചോദ്യം, ഈ പരിശീലനമൊന്നും ഇല്ലാതെ തന്നെ, ഇപ്പം എനിക്ക് 82ാമത്തെ വയസ്സിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ രീതിയിലുള്ളതായ പരിശീലനമൊന്നുമില്ലാതെ തന്നെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഓർമ്മശക്തിക്ക് ഇപ്പോഴും വലിയ ക്ഷതം ഒന്നും സംഭവിച്ചിട്ടില്ല. ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങളും ഓർത്തെടുക്കാനായിട്ട് വിഷമതയില്ല. അപ്പോൾ അതിനെന്താണ് വിശദീകരണം? 2, പ്രകൃത്യാ തന്നെ ചിലർക്ക് കൂടുതൽ ഓർമ്മയും ചിലർക്ക് ഓർമ്മ കുറവായ അവസ്ഥയുമുണ്ട്. ഇതിന് കാരണം ഈ 2 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറവി രോഗത്തിന്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, 55% മാറ്റാൻ കഴിയാത്ത, വ്യത്യാസപ്പെടുത്താൻ കഴിയാത്ത ഘടകങ്ങളാണ്. അതിൽ പാരമ്പര്യം, ജനിതക ഘടകങ്ങൾ എന്ന് പറഞ്ഞു. ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം അത് തന്നെയാണ്. മിക്കവാറും ജനിതകമായി നല്ല ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതരായ ആളുകൾക്ക്, അത് ചിലപ്പോൾ അച്ഛന്റെ ഭാഗത്തു നിന്നായിരിക്കാം, അമ്മയുടെ ഭാഗത്തു നിന്നായിരിക്കാം, ഏതെങ്കിലും ഒരു പാരമ്പര്യ വഴിയിൽ ഓർമ്മ ശക്തി കൂടുതലുള്ള ആളുകൾ ദീർഘകാലം ഈ മറവി രോഗത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. ഈ പറഞ്ഞ ഒരു പരിശീലനവും ഇല്ലാതെ തന്നെ. അത് ഈ പറഞ്ഞതുപോലെ ജന്മസിദ്ധമായി ജനിതകമായി കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതേ ഘടകങ്ങൾ തന്നെയാണ് ഓർമ്മ കൂടുതലും കുറവുമുള്ള വ്യക്തികളുടെയും ഇത്. ഇപ്പൊ മാതാപിതാക്കൾ വളരെ വലിയ ഓർമ്മശക്തിയുള്ള ആളുകളാണെങ്കിൽ കുട്ടികൾ അതേപോലെ ഓർമ്മശക്തി കൂടുതലാവാൻ സാധ്യതകളുണ്ട്. 1. 2, ഇപ്പം ഈ ബുദ്ധി കുറവുള്ള കുട്ടികൾ, ഇപ്പം ബുദ്ധി എന്ന് പറയുന്ന സാധനവും ഓർമ്മ എന്ന് പറയുന്ന സാധനവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ബുദ്ധി എന്ന് പറയുന്നത് യുക്തിസഹമായി പ്രവർത്തിക്കാനും ലക്ഷ്യബോധത്തോടെ ചിന്തിക്കാനും മാറി വരുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബുദ്ധിയുടെ നിരവധി ഘടകങ്ങളിൽ ഒന്നാണ് ഓർമ്മ എന്ന് പറയുന്നത്. ബുദ്ധി വളർച്ച കുറവ് എന്ന് പറഞ്ഞൊരു അവസ്ഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത് അയാളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. അപ്പോൾ ഈ തലച്ചോറിന്റെ വികസനം നടക്കുന്നത് പ്രധാനമായിട്ടും കുട്ടിക്കാലത്താണ്. അപ്പോൾ അത് അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ തലച്ചോറിന്റെ വളർച്ച ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങളും പോഷകാഹാരക്കുറവും മാനസിക സമ്മർദ്ദങ്ങളും ജീവിതശൈലിജന്യ രോഗങ്ങളും അണുബാധകളും വീഴ്ചകളും ക്ഷതങ്ങളും എല്ലാം തന്നെ ആ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും അത് ആ കുട്ടിയുടെ ബുദ്ധിയെ ബാധിക്കുകയും ചെയ്യും. ഈ മേൽപ്പറഞ്ഞ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ വളർന്നു വരുന്ന ഒരു കുട്ടി, സുഖപ്രസവത്തിലൂടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും ഉണ്ടാകാം. ഈ പറഞ്ഞ നേരെ സൂചിപ്പിച്ച എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ ബുദ്ധി, ഓർമ്മശക്തി എന്നിവ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് പ്രകൃത്യാ തന്നെ ഉള്ളത്, അതായത് ജന്മനാ ഉള്ളത് എന്നുള്ളതായിരുന്നു ആ ചോദ്യത്തിൽ സ്പെസിഫൈ ചെയ്ത്. പിന്നീട് തീർച്ചയായിട്ടും പലതരം പരിശീലനങ്ങൾ വഴി ബുദ്ധി അല്പം പുറകോട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കാം. പക്ഷെ തീവ്രമായ ബുദ്ധി വളർച്ച കുറവുള്ള ഒരാളിനെ നമുക്ക് അതിബുദ്ധിമാന്മാരാക്കി മാറ്റാം എന്നൊന്നും പറയുന്നത് ശരിയല്ല, സാധ്യമല്ല.
നേരിയ തോതിലുള്ള ബുദ്ധി പിന്നാക്കാവസ്ഥയുള്ള ആളുകളെയൊക്കെ പരിശീലനങ്ങൾ വഴി സാമാന്യം ബുദ്ധിയുള്ളവരാക്കി മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. താങ്ക് യു. ഡോക്ടർ അശ്വതി ജോൺ ചോദിക്കാം. Thank you very much for the chance. ഓക്കെ ഡോക്ടറെ, 3 ദിവസത്തെ ക്ലാസ് നക്ഷലായിട്ട് 45 മിനിറ്റ് കൊണ്ട് പറയാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇതൊന്നും അല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. എങ്കിൽ തന്നെ 1-2 കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാനുള്ള കണക്ടിവിറ്റി പോകുന്നു. നമ്മുടെ മുൻപിൽ ആൾക്കാർ നിൽപ്പുണ്ട്, നമുക്ക് അവരെ അറിയാം, പക്ഷെ അവരുടെ പേര് നമ്മുടെ മുൻപിൽ നമുക്ക് പറയാനായിട്ട് പറ്റും, അവരെ അഡ്രസ് ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഏത് കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റും? 2, ഈ ഓർമ്മക്കുറവെന്ന് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയുമായിട്ട് കണക്റ്റഡ് ആണോ? 3, ഈ നമുക്ക് ഓർമ്മക്കുറവ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അൽഷിമേഴ്സിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുമോ? അതാണോ അതിന്റെ ആ വിധത്തിലേക്ക് നമ്മൾ വരുന്നതാണോ? അതോ ചില സമയത്ത് ചിലർ പെട്ടെന്ന് അങ്ങ് എല്ലാം അങ്ങ് ബ്ലാക്ക് ഔട്ട് ആയി തീർന്ന ഒരു നല്ല ആരോഗ്യത്തോട് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നവർ പോലും പെട്ടെന്ന് അവർ ഓർമ്മക്കുറവും എല്ലാമായി ഒരു വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് ആയിത്തീരുന്നു. അതെന്തുകൊണ്ടാണ്? ഇത് ഇപ്പം പറഞ്ഞ അതുമായിട്ടുള്ള റിലേറ്റഡ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞു തന്നാൽ സന്തോഷമായിരിക്കും. താങ്ക് യു സോ മച്ച്. ഡോക്ടർ അശ്വതി ജോൺ ചോദിച്ച 3 ചോദ്യങ്ങളും കൃത്യമായി ഓർത്ത് മറുപടി പറയാനായിട്ട് ഞാൻ ശ്രമം നടത്താം. ഒന്നാമത്തെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അവിടെ ഉന്നയിച്ചത്. അവിടെ അതിന്റെ ഒരു ഉത്തരവായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, പലപ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞു, ഓർമ്മയുടെ 5 ഘടകങ്ങളിൽ ഒന്നാമത്തേത് റിലാക്സേഷനാണ്. ശാന്തമായ മനസ്സോടെ കാര്യങ്ങളെ സമീപിക്കണം. മിക്കവാറും ഈ കണക്ഷൻ കിട്ടാതെ വരുന്നത്, ആളുകളുടെ പേര് പെട്ടെന്ന് ഓർക്കാതെ വരുന്നത്, ഇതിന്റെയൊക്കെ ഏറ്റവും സാധാരണമായ കാരണം, കോമണസ്റ്റ് കോസ്, ഉത്കണ്ഠയാണ്. ഉത്കണ്ഠ പല രൂപത്തിൽ. ഇപ്പം ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യില്ല. മനസ്സിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് ഇന്ന രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളുടെ പേര് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും. കാരണം നമ്മുടെ അമിതമായ ഉത്കണ്ഠ നമ്മളുടെ ചിന്തകളുടെ ഒഴുക്കിന്റെ ആ ഒരു പ്രവാഹത്തെ ഇന്റർഫിയർ ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു എന്ന് പറയാം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഈ പേര് കിട്ടാതെ വരുന്ന സംഗതികളൊക്കെ മിക്കവാറും ആളുകളിൽ അല്പം റിലാക്സേഷൻ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ മറ്റു ചില ഗൗരവമുള്ള മറവി രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇത് വരാം. അത് ഞാൻ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയും. 2ാമത്തെ ചോദ്യത്തിലേക്ക്, വൈറ്റമിൻസും ഓർമ്മയും തമ്മിലുള്ള ബന്ധം. തീർച്ചയായിട്ടും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അഥവാ വിജ്ഞാന വിശകലനം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. 5 സ്റ്റെപ്പുകളുള്ളൊരു പ്രോസസ്സാണ്. ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഗ്രഹിക്കുക, അതിന്റെ ഉത്തരം എന്താണെന്ന് ഓർമ്മയിൽ പരതി കണ്ടെത്തുക, ആ പരതി കണ്ടെത്തിയ സംഗതിക്ക് അനുയോജ്യമായ വാക്ക് കണ്ടെത്തുക, ആ വാക്കുകളെ ഘടിപ്പിച്ച് വാചകമാക്കുക, ഈ വാചകം പുറത്തോട്ട് പറയുക. 5 സ്റ്റെപ്സാണ്. ഇത് വളരെ നൈസർഗികമായി അങ്ങ് നടക്കുന്നുണ്ട്. ഈ 5 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണെന്നൊന്നും നമ്മൾ ഇത് അറിയുന്നില്ല. പക്ഷേ കോവിഡ് സമയത്ത് ഈ കുട്ടികളൊക്കെ ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് മൊബൈൽ ഫോണും കൊണ്ട് വീട്ടിലിരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആ തീവ്രമായ ഒരു കോവിഡിന്റെ ഘട്ടം കഴിഞ്ഞപ്പോൾ പലരും സമർത്ഥരായിരുന്നു പഠിക്കാൻ, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പകലിരുന്ന് ഉറങ്ങുന്നു, പഠിച്ച കാര്യങ്ങൾ പോലും മറന്നു പോകുന്നു. ഇത് ലക്ഷണങ്ങളുമായി നമ്മൾ ഏതാണ്ട് 6000-ഓളം പേരെ പരിശോധിച്ചപ്പോൾ 86% പേർക്കും വൈറ്റമിൻ ഡിയുടെ അളവ് 10-ൽ താഴെ. ഈ വൈറ്റമിൻ ഡിയും ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും തമ്മിൽ ഏറ്റവും നിർണായകമായ ബന്ധമുണ്ട്. വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഈ മേൽ പറഞ്ഞ സകല പ്രശ്നങ്ങളും മാറി. തൊട്ടടുത്ത വർഷം IT പ്രൊഫഷണൽസിൽ ഞങ്ങൾ ഇതേപോലെ പഠനം ആവർത്തിച്ചു. 91% പേരിലും വൈറ്റമിൻ ഡി കുറവായിരുന്നു. അപ്പൊ വൈറ്റമിൻ ഡി ഒരു ഉദാഹരണം. വേറെയും വൈറ്റമിൻസ് ഉണ്ട്. ഇപ്പോൾ ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട്. അത് ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അടവുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ തലച്ചോറിലേക്കുള്ള ചെറിയ രക്തക്കുഴലുകളിൽ ഹോമോസിസ്റ്റീൻ അടിഞ്ഞുകൂടി അടവുണ്ടാക്കി കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയും ഓർമ്മക്കുറവ് വരികയും ചെയ്യും. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ വൈറ്റമിൻ സംഗതി കൊടുത്താൽ ഈ ഹോമോസിസ്റ്റിന്റെ അളവ് കുറയുകയും ഈ സാധനം അങ്ങ് മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ചില വൈറ്റമിനുകളുടെ അളവിലെ കുറവ് മറവിയും തമ്മിൽ ബന്ധമുണ്ട്. തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് കുറയുന്നതും മറവിയുമായി ബന്ധമുണ്ട്. അങ്ങനെ പല
ഘടകങ്ങളും അതിന്റെ പറയും. ഇനി മൂന്നാമത്തേത് മറവി രോഗത്തിനെ കുറിച്ചുള്ള ഒരു ചോദ്യം തന്നെ. അപ്പോ മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ അത് വരുന്നതിന് മുമ്പ് 2 സ്റ്റേജുകളും കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് മൈൽഡ് ബിഹേവിയറൽ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ MBI എന്ന് പറയും. അതായത് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ വ്യക്തികൾ, അതുവരെ മാനസികമായി യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ, അവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് ചില വ്യത്യാസങ്ങൾ വരും. പതിവില്ലാത്ത വിധം ദേഷ്യപ്പെടുന്നു, തർക്കിക്കുന്നു, സാധാരണ കാണിക്കാത്ത ചില ചേഷ്ടകളൊക്കെ കാണിക്കുന്നു, പരിധി വിട്ട് സംസാരിക്കും. പരിധി വിട്ട് സംസാരിക്കുന്ന പറഞ്ഞാൽ വളരെ മാന്യമായി സംസാരിക്കുന്ന ആള് അശ്ലീല ധ്വനിയിലുള്ള സംസാരങ്ങളൊക്കെ പൊതുസ്ഥലങ്ങളിൽ, ഒരുപക്ഷെ സ്ത്രീകളടക്കം ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ എതിർലിംഗത്തിൽപ്പെട്ടവരിക്കുന്ന സ്ഥലങ്ങളിൽ. ഇദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ബിഹേവിയറിൽ പെട്ടെന്നൊരു വ്യത്യാസം. പക്ഷെ ആ സമയത്തൊന്നും ഓർമ്മയുടെ പ്രശ്നങ്ങളൊന്നും പ്രകടമേ അല്ല. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് പതിയെ ചെറിയ ഓർമ്മക്കുറവുകൾ തുടങ്ങും. ആ ഒരു ഘട്ടത്തിനെ മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് അല്ലെങ്കിൽ MCI എന്ന് പറയും. ഈ MCIയുടെ ആദ്യ സൂചനകൾ, ഒന്ന്, സമീപകാലത്ത് ചെയ്ത കാര്യങ്ങൾ മറന്നു. ഉദാഹരണം പറഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മറന്നു വന്ന് കുറച്ചുകൂടെ തീവ്രമാകുമ്പോഴേ വരത്തുള്ളൂ. പൈസ ഭദ്രമായി ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ വെച്ച സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തിരയുന്നു. എന്നിട്ടത് വീട്ടിലെ ജോലിക്കാരി അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാകും. അതാണ് അതിന്റെ തുടക്കം. എന്നാൽ 10ാം ക്ലാസ്സിലെ ഗേൾ ഫ്രണ്ട്സിന്റെ പേരും അവരുടെ വിശദാംശങ്ങളും എല്ലാം അറിയാത്ത. അപ്പൊ ഇത് മറവിയുടെ ലക്ഷണമാണ് എന്ന് വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. കാരണം വീട്ടുകാർ പറയുന്നത് പഴയ കുട്ടിക്കാലത്ത് സകലത് ഓർമ്മയുണ്ട്, പിന്നെന്താ ഇപ്പൊ ഈ ഒരു സാധനം മാത്രം മറന്നു പോകും. റിബട്ട്സ് ലോ ഓഫ് മെമ്മറി റിഗ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം. ആ റിബട്ട്സ് ലോ ഓഫ് മെമ്മറി റിഗ്രഷൻ പറയുന്നത് സമീപകാലത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വേഗം മറന്നു പോകും, ദീർഘകാലം മുൻപ് പഠിച്ച കാര്യങ്ങൾ ദീർഘനാൾ ഓർമ്മയിൽ നിൽക്കും. പറയാനുള്ള കാരണവും പറഞ്ഞുതരാം. ഇപ്പോ ഓർമ്മയ്ക്ക് 3 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. പുതിയ വിവരങ്ങളെ രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്തതിനെ സ്റ്റോർ ചെയ്യുക, സ്റ്റോർ ചെയ്തതിനെ അനുസ്മരിക്കുക. 3 കാര്യം. ചെറുപ്പത്തിൽ തലച്ചോറ് ആക്റ്റീവ് ആകുമ്പോൾ ഈ 3 ധർമ്മങ്ങളും ഒരുപോലെ നന്നായിട്ട് പോകും. മറവി രോഗം വരുമ്പോൾ, വാർദ്ധക്യം എത്തുമ്പോൾ ആദ്യം നശിക്കുന്നത് പുതിയ വിവരങ്ങളെ രജിസ്റ്റർ ചെയ്യാനുള്ള കഴിവാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സാധനം റീകോൾ ചെയ്യാൻ പ്രയാസമില്ല. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിലെ സുഹൃത്തുക്കളുടെ പേരും അവരുടെ വീട്ടിലേക്കുള്ള റൂട്ട് മാപ്പും പഠിച്ച കവിതകളും എല്ലാം കൃത്യമായിട്ട് ഓർമ്മയുള്ളൂ. പക്ഷെ ഈ പൈസ കൊണ്ടുവച്ച സ്ഥലം എന്നുള്ളത് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒഴിച്ച് ബാക്കി സ്ഥലം. അപ്പൊ ഇത് മൈൽഡ് കോഗ്നിറ്റീവ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇതും അവഗണിച്ച് മുന്നോട്ട് പോയാലാണ് അധികം വൈകാതെ ഡിമെൻഷ്യ അല്ലെങ്കിൽ മേധാക്ഷയം അല്ലെങ്കിൽ മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ എന്നാണ് പുതിയ പേര്. അപ്പൊ അതിന്റെ ഒരു ആരംഭം നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കും. ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ പട്ടിണിക്കിടുന്നത് എന്ന് പറഞ്ഞ നിലവിളിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് മറന്നു. ഇപ്പൊ വീട്ടിൽ എന്തോ സാധനം തിരയുകയാണ്, കാര്യമായിട്ട് അന്വേഷിക്കുകയാണ്. പക്ഷെ എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ മറുപടിയില്ല. വീട്ടുകാർ വിചാരിക്കും അവരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. തിരഞ്ഞ് അവസാനം സ്വന്തം കണ്ണട ഇവിടുന്ന് തപ്പിയെടുത്തോണ്ട് വരുന്നു, വെക്കുന്നു, പത്രം വായിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഈ സാധനം കണ്ടാൽ അറിയാം, ഇതിന്റെ ഉപയോഗവും അറിയാം. പക്ഷെ ഇതിനെ വിളിക്കുന്ന പേരെന്താണ് അറിയുന്നില്ല. അനോമിയ എന്ന് പറയും. മറവി രോഗത്തിന്റെ അടുത്തൊരു സ്റ്റേജാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ തന്നെയാണ് പലരുടെയും പേരുകളും മറന്നു കിടക്കുന്നത്. അയൽവാസികൾ അല്ലെ അടുത്ത കാലത്ത് പരിചയപ്പെട്ടവർ പലരുടെയും പേരും. അങ്ങനെ പതിയെ പതിയെ ഓർമ്മകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു തുടങ്ങും. അതിനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ മറവി രോഗം അക്ഷരാർത്ഥത്തിൽ ബാല്യത്തിലേക്കും ശൈശവത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്, 2ാം ബാല്യമാണ്. ഈ കുട്ടിക്കാലത്ത് കുട്ടികളെ എന്തൊക്കെ കാണിച്ചിരുന്നോ അതൊക്കെ ഇവിടെയും പ്രതീക്ഷിക്കാം. നിർബന്ധ ബുദ്ധി, പിടിവാശി, കുളിക്കാനും പല്ല് തേക്കാനും തയ്യാറാകാതിരിക്കുക, ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുക, എല്ലാ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ OP-യിൽ തീവ്രമായ മറവി രോഗം ബാധിച്ച, പൂർണ്ണമായും തലച്ചോറ് ഏകദേശം നശിച്ചു കഴിഞ്ഞ എന്ന് പറയാവുന്ന ചില വ്യക്തികളെ കൊണ്ടുവരും. 75-80 ഒക്കെ വയസ്സായിട്ടുണ്ടാകും.
കൂടെ വരുന്നത് ഒരു പ്രായം കുറഞ്ഞ സ്ത്രീയായിരിക്കും, കൊച്ചുമകളായിരിക്കും. നമ്മൾ അവരെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുകയാണ് ഇത് ആരാണ്, സ്വന്തം പേരതുപോലും ചോദിച്ചാൽ അവർ പറയും. ഈ സ്ത്രീയെ, കൊച്ചുമകളെ ചൂണ്ടിക്കാണിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്ക് വായിൽ നിന്ന് വരും. അത് നമ്മൾ ജീവിതത്തിൽ ആദ്യം പറയാൻ പഠിക്കുന്ന വാക്കാണ്. ഏതാണ് ആ വാക്ക്? അമ്മ. ഒറ്റ വാക്യം വരും. അപ്പൊ നമ്മൾ അക്ഷരാർത്ഥത്തിൽ രണ്ടാം ശൈശവം നമ്മുടെ കൺമുൻപിൽ കാണും. പക്ഷേ ഈ മറവി രോഗം ഇന്നത്തെ കാലത്ത് തുടക്കത്തിലെ തന്നെ തിരിച്ചറിഞ്ഞാൽ ഒരു 15 വർഷത്തോളം അത് വഷളാകാതെ ചികിത്സയിലൂടെ നമുക്ക് തടയാൻ സാധിക്കും. മാത്രമല്ല അതുമായി അനുബന്ധമായി വരുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ അമിത സംസാരം, ലൈംഗിക ചേഷ്ടകൾ, ഉറക്കമില്ലായ്മ, ദേഷ്യം, വഴക്ക്, ഈ സംഗതികളെല്ലാം വളരെ ഫലപ്രദമായിട്ട് ചികിത്സയിലൂടെ നമുക്ക് ഭേദപ്പെടുത്താനും പറ്റും. അപ്പൊ പലപ്പോഴും മറവി രോഗത്തിന് ചികിത്സയില്ല വാചകം പറയുന്നു. ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്യൂർ ഇല്ല എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും മറവി രോഗത്തെ ഭേദപ്പെടുത്തി ആളിനെ പഴയ യൗവനത്തിലേക്ക് തിരിച്ചെത്തിക്കാനായിട്ട് ഇതുവരെ ഒരു വൈദ്യശാസ്ത്ര ശാഖയിലും ഒരു സാധനവും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ട്രീറ്റ്മെന്റ് ഇല്ല എന്നല്ല അർത്ഥം, ട്രീറ്റ്മെന്റ് ഉണ്ട്. 15 വർഷത്തോളം അത് വഷളാകാതെ തടയാൻ പറ്റും. ഇപ്പൊ എന്തായാലും 65 വയസ്സിന് ശേഷമായിരിക്കും മറവി രോഗം മിക്കവാറും പേരിൽ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ 15 കൊല്ലമൊക്കെ നമുക്കത് വഷളാകാതെ ഇരുന്നാൽ ഒരു മനുഷ്യായുസ് കഴിയുന്ന കാലമായി അല്ലേ. പക്ഷെ അത് ചികിത്സിക്കാതിരുന്ന ചിലപ്പോൾ 4-5 വർഷം കൊണ്ട് അത് പൂർണ്ണമായിട്ടും നശിച്ച് മലമൂത്ര വിസർജ്യ വസ്തുക്കളൊക്കെ എടുത്ത് ഭിത്തിയിൽ തേച്ചു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആള് എത്തിച്ചേരാനുള്ള സാധ്യത പോലും തടയാനായിട്ട് സാധിച്ചില്ല വരും. അപ്പൊ ഇതാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. താങ്ക് യു. ഓക്കെ, അടുത്തത് ഫിലിപ്പ് കല്ലട സാറാണ്. ഫിലിപ്പ് കല്ലട സാറിന് ചോദിക്കും. അൺമ്യൂട്ട് ചെയ്ത്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അരുൺ ഡോക്ടറുടെ പ്രഭാഷണം വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നാം മനസ്സിലാക്കും. എനിക്ക് 2-3 സംശയങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ പഠിക്കുന്ന കുട്ടികൾ എന്നോട് വന്ന് പണ്ട് കാലത്ത് ചോദിച്ച സംശയം, സാർ ഇന്ന ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഭംഗിയായിട്ട് പഠിച്ച് സാർ കേട്ടതല്ലേ, ക്ലാസ്സിൽ പറഞ്ഞതാണ്, പക്ഷെ പരീക്ഷാ ഹോളിൽ ചെല്ലുമ്പോൾ പേപ്പർ കൈ കിട്ടി കഴിയുമ്പോൾ മറന്നു പോവുക, എഴുതാനൊക്കെ അത് വരിക. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, ഡോക്ടർ പറഞ്ഞ പോലെ ഈ കുറിപ്പടി തപ്പി എല്ലാ വീട്ടിലും ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ആൾക്കാർ ഓടി നടക്കും. ഒരു വീട്ടിൽ തന്നെ മിക്കടത്ത് സംഭവിക്കും. അത് അവരെ നിയന്ത്രിക്കാൻ, അവർക്ക് കുറവുകൂടി ഓർമ്മ കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഇത്. മൂന്നാമത്തെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, സാറ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. സ്കൂളിലെ ടീച്ചേഴ്സ്, കോളേജിലെ ടീച്ചേഴ്സ്, ഇവർക്കൊന്നും ഇതിനെ ഇതൊരു സിലബസിൽ ഉൾപ്പെടുത്തുകയോ ഇവർക്കൊരു പഠനം നടത്തുകയോ കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസായിട്ട് മാറ്റുകയോ ചെയ്യുവാൻ സാറിന് എന്തെങ്കിലും സാധിക്കുമോ? ഈ 3 സംശയങ്ങളാണ് എനിക്കുള്ളത്. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ഈ ചോദിച്ചിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് മറുപടി പറയുമ്പോൾ നമ്മൾ അവസാനത്തെ കാര്യങ്ങളിൽ തുടങ്ങാം. സിലബസിൽ അത് ഉൾപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ SCERT-യുമായിട്ട് ചേർന്നിട്ട് ജീവിത നിപുണത വിദ്യാഭ്യാസത്തിന്റെ ഒരു മോഡ്യൂള് തയ്യാറാക്കിയിട്ടുണ്ട്. ഉല്ലാസപ്പറവുകൾ എന്നാണ് അതിന്റെ പേര്. അത് SCERT-യുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതില് ഓരോ ക്ലാസ്സിലും അനുയോജ്യമായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പല ഘടകങ്ങളും പ്രായോഗികമായിട്ട് തന്നെ ഉൾപ്പെടുത്താനും പഠിപ്പിക്കാനും പറ്റുന്ന രീതിയിലോട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് കോവിഡിന് തൊട്ട് മുൻപാണ് ഈ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടതും. ഒരു വർഷം 103 സ്കൂളുകളിൽ ട്രൈ ഔട്ട് നടന്നു. അത് കഴിഞ്ഞ് കോവിഡ് വന്നതോടുകൂടി ഇത് തൽക്കാലം പൂട്ടിയ അവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ വർഷം വീണ്ടും അത് പുറത്തെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രന്ഥം പരിശോധിച്ചിട്ട് അതിന്റെ ഇംഗ്ലീഷ് ഹിന്ദിയും പതിപ്പുകൾ NCERT ഇപ്പൊ തർജ്ജിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം അവര് ദേശീയ ലെവലിൽ തന്നെ അത് ഉൾപ്പെടുത്താനായിട്ട് പദ്ധതി ഇടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അത് വരും. കാരണം ഇത് വരാതിരിക്കാൻ നിവർത്തിയുള്ള കാര്യമല്ല, വരിക തന്നെ ചെയ്യും. വന്നേ പറ്റും. ചിലതൊക്കെ കുറച്ചു നാള് തടഞ്ഞു വയ്ക്കാന്നുള്ളതല്ലാതെ തീർച്ചയായിട്ടും അതിൽ മനുഷ്യന് ഉപയോഗപ്രദമായ ഏത് കാര്യവും പാഠ്യപദ്ധതിയുടെ ഭാഗമായി വരിക തന്നെ ചെയ്യും. കാലാന്തരത്തിൽ ഇതും അങ്ങനെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. ഈ ആദ്യം ചോദിച്ച ചോദ്യം, ഈ
നന്നായി ഭംഗിയായി പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന ആ ഒരു ചോദ്യത്തെക്കുറിച്ച് ചോദിച്ചത്. അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട്. ഒന്ന്, സഭാകമ്പം അല്ലെങ്കിൽ പരീക്ഷ പേടി എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മറന്നു. പക്ഷെ അങ്ങനെ പോലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചെയിൻ മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയും. ഒരു സിനിമ പോലെ കാര്യങ്ങളെ ഘടിപ്പിച്ചു വെച്ചാൽ അതുണ്ടാക്കുന്ന ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഭയങ്കരം. എത്ര ടെൻഷൻ അടിച്ചാലും അത് മറന്നു പോകാത്ത രീതിയിലേക്ക് അത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബുക്കിനകത്ത് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരും അതിന്റെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഇതിനകത്ത് മെസ്സേജിൽ തന്നെ, ചാറ്റ് ബോക്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതില് പറയുന്ന ആ ടെക്നിക്സ്, ഓരോ സബ്ജക്റ്റിനുമുള്ള ഇതേപോലത്തെ വിഷ്വൽ മെമ്മറി ടെക്നിക്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഓർമ്മശക്തികളുണ്ട്. ചിലർ ദൃശ്യസ്മൃതി, വിഷ്വൽ മെമ്മറി കൂടുതലുള്ളവർ, ചിലർക്ക് ശ്രവ്യസ്മൃതി, കേൾക്കുന്നതാണ് കൂടുതൽ, ചിലർക്ക് ചലനസ്മൃതിയാണ്. ഈ കുട്ടികളെ നമുക്ക് ഈ രീതിയിലൊന്ന് വിഭജിച്ചിട്ട് ഇവരുടെ ഏറ്റവും ഡോമിനന്റ് ആയ, ഏറ്റവും പ്രകടമായ ഓർമ്മശക്തി അത് മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അവരുടെ പഠനതന്ത്രങ്ങളും കൂടെ ക്രമീകരിച്ചാൽ അത് നന്നായിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം സാറ് ചോദിച്ച 60 വയസ്സ് കഴിഞ്ഞ് കുറുപ്പടി തപ്പി നടക്കുന്ന ആളുകളുടെ ഒരു കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രായം കഴിയുമ്പോൾ ഈ മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ ആൻഡ് മൾട്ടി ടാസ്കിങ്, ബഹു ഇന്ദ്രിയ ഉത്തേജനവും ബഹുമുഖ കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യം, മൾട്ടി ടാസ്കിങ് മഹത്തായ കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. നല്ല കാര്യം, ഒരു പ്രായം വരെയൊക്കെ തലച്ചോറ് താങ്ങും. പക്ഷെ ഒരു 60 വയസ്സിന് ശേഷം ഈ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കിയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയിൽ പരിപൂർണ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, ഈ കുറിപ്പടികൾ നമ്മൾ വെക്കാനായിട്ടൊരു സ്ഥലം നിശ്ചയിക്കുകയാണ്. നമ്മൾ കിടപ്പുമുറിയിലെ വലതുവശത്തുള്ള അലമാരിയിലെ ഏറ്റവും താഴത്തെ തട്ടിൽ കുറിപ്പടികൾ വെക്കുന്നു എന്നൊരു തീരുമാനമെടുക്കുകയാണ്. അത് വീട്ടിലുള്ള ആളുകൾ സംസാരിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ മാത്രം നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള മരുന്നിന്റെ കുറിപ്പടിയാകാം, മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ കുറിപ്പടി വിഭാഗത്തിൽപ്പെടുന്നതല്ല, ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇതേപോലെ മറ്റൊരു സ്ഥലം അത് തീരുമാനിക്കുന്നു. അവിടെ അതിന്റെ പുറത്ത് നമുക്ക് അതിന്റെ പേരെഴുതി ഒട്ടിച്ചു വേണേലും വെക്കാം. അത് കുറിപ്പടികൾ ഇരിക്കുന്ന സ്ഥലം ഒട്ടിച്ചു വെക്കാം. ബാങ്കിന്റെ രേഖകൾ ഇരിക്കുന്ന സ്ഥലം ഒട്ടിച്ചു വെക്കുന്നത് നല്ലതല്ല, കാരണം അത് മറ്റു ചിലർക്ക് ഗുണകരമാകും. അതുകൊണ്ട് അത് ഒട്ടിച്ചു വെക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ നിരന്തരമായിട്ട് അത് സംസാരിക്കുന്നത് നല്ലതാണ്. സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അത് റീഇൻഫോഴ്സ്ഡ് ആകും. അതിന് പകരം ഏത് സാധനവും കൊണ്ട് എവിടെയും വെക്കുന്ന ഒരു ശീലമുണ്ടല്ലോ, അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുട്ടികളെ മുതിർന്നവർ വഴക്ക് പറയും, അച്ചടക്കം വേണം എന്ന് പറയും. അതേ കാര്യമാണ് 60 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യത്തിലും. ഇത്തരം കാര്യങ്ങളിലൊരു അച്ചടക്കം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ സെറ്റാണ്. ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ആ ടെംപ്ലേറ്റ് അനുസരിച്ചിട്ടാണ് സംഗതികൾ വെക്കുന്നത്. അതിനകത്ത് പിന്നെ ആശയക്കുഴപ്പം വരില്ല. ഓക്കെ, അടുത്തത് ഷാജി മാത്യു സാറാണ്. സാർ അൺമ്യൂട്ട് ചെയ്യണം സാറേ. സാറിന്റെ സിസ്റ്റം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ചില സ്കിൽസ് ഒക്കെ ലേൺ ചെയ്യുന്നു. ഇപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിലും, അപ്പൊ യൂട്ടേൺ എടുക്കണമെങ്കിൽ നമ്മുടെ ആക്റ്റീവായിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റും. മൈൻഡ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം സ്പീഡ് വേണം, എത്ര മാത്രം സ്റ്റിയറിംഗ് വീൽ തിരിക്കണം. പക്ഷെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പം ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ പറയാതെ നമുക്ക് ഒറിജിനലുള്ള സ്കിൽസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഷെയർ മാർക്കറ്റിൽ നമ്മൾ എല്ലാം പഠിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ചോദ്യം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യന്റെ പേരറിയാമല്ലോ സാർ? ഉസൈൻ ബോൾട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നിരവധി പ്രാവശ്യം ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പിലും ഒക്കെ ഗോൾഡ് മെഡലും സംഗതികളൊക്കെ വാങ്ങി. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പൊ 3 പ്രധാനപ്പെട്ട സ്പ്രിന്റ് മത്സരങ്ങളിലെ ലോക റെക്കോർഡ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിലാണ്. കുറച്ചു നാൾ മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം വിരമിച്ച ശേഷം കിട്ടിയ നിക്ഷേപം എല്ലാം കൂടെ കൊണ്ടൊരു സ്ഥലത്ത് കൊണ്ടിട്ട് അത് ഒരുത്തൻ അടിച്ചുകൊണ്ട് പോയി. ഒരു ഓൺലൈൻ ഫ്രോഡ് ഓടിച്ചുകൊണ്ട് പോയി.
അപ്പൊ ഈ ഉസൈൻ ബോൾട്ടിനെ പോലെ ഈ ഓട്ടം എന്ന് പറഞ്ഞ കാര്യത്തിൽ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത്, നമുക്കറിയാം ഓട്ടം എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടം എന്ന് പറയുന്നത് കേവലം ഒരു കായിക വ്യായാമം മാത്രമല്ല. അത് എവിടെ ആക്സിലറേറ്റ് ചെയ്യണം, ഏത് പോയിന്റിൽ വർദ്ധിപ്പിക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് തലച്ചോറിലും കൂടെ പ്രവർത്തിച്ചാലേ പറ്റും. അത്രയും പ്രിസിഷനോടുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര വേഗത്തിൽ ഓടിയ മനുഷ്യന് അയാളുടെ സമ്പത്ത് മൊത്തം ഒരു ഓൺലൈൻ ഫ്രോഡിലൂടെ അതുവഴി പോയി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മസ്തിഷ്ക മേഖലകളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത്. ഒരു മോട്ടോർ ആക്ടിവിറ്റി, ചലന സംബന്ധമായ കാര്യങ്ങൾ, അത് തലച്ചോറിന്റെ ഒരു പ്രത്യേക മേഖലയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ്, കണക്കുകൂട്ടലുകൾ, അതും ആ മേഖലയുമായി ബന്ധപ്പെട്ട ചില മസ്തിഷ്ക മേഖലകൾ, ന്യൂറൽ സർക്യൂട്ട്സ് എന്ന് പറയും, അവരാണ് കണ്ടത്. പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കുക, ആളുകളോട് ഇടപെടുക, അവിടുന്ന് ഇങ്ങോട്ടൊരു വാചകം വരുമ്പോൾ തിരിച്ചങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ, അത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ഈ ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ തലച്ചോറിന്റെ ഇടത് അർദ്ധഗോളം നിയന്ത്രിക്കുമ്പോൾ ഈ ഹ്യൂമൻ ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ടത് വലത് അർദ്ധഗോളമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ചില വ്യക്തികൾക്ക് ഇടത് അർദ്ധഗോളം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നു, മറ്റേത് അത്രത്തോളം ശക്തമായിട്ട് പ്രവർത്തിക്കണമെന്നില്ല. ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം. സാധാരണ കോമ്പൻസേറ്ററി ഹൈപ്പർട്രോഫി എന്ന് പറയും. തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്പം പുറകോട്ടാണെങ്കിൽ മറ്റൊരു വശം കുറച്ച് വികസിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ കാഴ്ചശക്തി കുറവുള്ള ചില വ്യക്തികൾക്ക് കേൾവി ശക്തി ഭയങ്കരമായിരിക്കും. അത് തലച്ചോറിന്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം. അത് ഇവിടെയും വിപരീത അർത്ഥത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടനം. താങ്ക് യു. ഓക്കെ, അടുത്തത് ലാലു പെരുമാൾ എബ്രഹാം. എനിക്ക് സാറ് പറഞ്ഞതിനോട് എനിക്ക് സംശയമല്ല. ഞാനും ചില ടെക്നിക്കുകൾ ഇതുപോലെ കേട്ട് പരിശീലിച്ച ചില ടെക്നിക്കുകൾ എനിക്ക് പ്രയോഗമാക്കാൻ മനസ്സിലായിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പം പറയും, ചില വൈകാരിക സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ പലതും ഓർത്തെടുക്കാൻ നോക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഇന്ദിരാഗാന്ധി മരിച്ചത് 84-ലാണ്. ഇപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ നമ്പർ ഓർത്തിരിക്കുന്നത് ഇവിടെ വെച്ചല്ല, ഗൾഫിൽ E84533 എന്നായിരുന്നു. അതായത് ഇന്ദിരാഗാന്ധി 84-ൽ മരിച്ചപ്പോൾ 533 പേര് മരിച്ചെന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഓർത്തിരുന്നത്. അതുപോലെ ഇപ്പം ചില സംഭവങ്ങൾ നമുക്ക് രസകരമായിട്ട് ഓർക്കാം. ഇപ്പം വെനീസ്വലയുടെ ക്യാപിറ്റൽ ഓർത്തിരിക്കാൻ കാറക്കാസ് എന്നാണ്. നമ്മൾ വെനീസ്വല പണ്ട് കേട്ടിട്ടുള്ളത് വളരെ വൃത്തികെട്ട ഒരു രാജ്യമാണ്, വളരെ ബഹളമുണ്ട്. അപ്പം അതിനെ ഓർത്തിരിക്കുന്നത് കാർക്കാസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആനിമൽ ഉണ്ട്. അതായത് അവിടെ ശവങ്ങൾ കിടക്കുകയാണ്. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെ ഇത് എനിക്കൊന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്, കംബോഡിയയുടെ ക്യാപിറ്റൽ എങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ പേന ഇല്ലാത്തതിനാൽ കമ്പൊടിച്ച ആൾക്കാർ എഴുതുന്നു. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ നോംബെൻ എന്നാണ്. അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നോംബെൻ എന്നാണ്. അതായത് അവിടെ പേന ഇല്ലാത്തതിനാൽ കമ്പൊടിച്ച് എഴുതുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ഇപ്പോൾ ഷോപ്പിംഗ് ലിസ്റ്റ് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് മൊബൈലിൽ വാട്സപ്പിൽ അയച്ചു തരും ഷോപ്പിംഗ് ലിസ്റ്റ്. പണ്ട് ഞാൻ ഓർത്തിരിക്കുന്നത് അങ്ങനല്ല. ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കും. ഫ്രിഡ്ജ് തുറന്ന് നോക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ എടുത്ത് അതിനകത്ത് ഏത് സാധനങ്ങളുണ്ടോ ഇല്ലെന്നുള്ള മനസ്സിലാവും. അല്ലെങ്കിൽ ഗ്രോസറി ഇരിക്കുന്ന സാധനം അതവിടെ പോയി നോക്കിയതേ ഉള്ളൂ. പിന്നെ പോകുന്നിടത്ത് വരുമ്പോൾ നമുക്ക് ആ മനസ്സില്ല, ആ പിക്ചർ പോലെ തെളി. അങ്ങനെ നമ്മൾ ടെക്നിക്ക് കൊണ്ട് നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. പിന്നെ പാസ്വേഡ്, ഇപ്പോഴത്തെ കാലത്ത് പാസ്വേഡ് ഓർത്തിരിക്കാൻ വലിയ പ്രയാസമാണ്. കുറച്ചൊക്കെ നമ്മൾ എഴുതി വെക്കും, പക്ഷേ അതിൽ അത്ര സേഫ് അല്ല. അപ്പം കുറച്ചൊക്കെ ഓർത്തിരിക്കാൻ അതിന് പഴയ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ പഴയ നമ്മുടെ വണ്ടിയുടെ നമ്പറോ അങ്ങനെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പം യാത്ര ചെയ്തു പോവുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ നമ്പർ ഓർത്തിരുന്നാൽ അവിടെ ചെല്ലുമ്പം പാസ്വേഡ് ഓർത്തിരിക്കും. ഏത് സാധനവും മേടിക്കേണ്ടി, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെയോ ക്രെഡിറ്റ് കാർഡിൻ്റെയോ അങ്ങനെയുള്ള ടെക്നിക്കുകളുണ്ട് നമുക്ക് ഓർത്തിരിക്കുക. ഇങ്ങനെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് കുറച്ചൊക്കെ നമ്മുടെ ഓർമ്മശക്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് സാർ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. ഇത് എൻ്റെ അഭിപ്രായം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കിത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ മുമ്പേ സൂചിപ്പിച്ച ബുക്കിനകത്ത് ഇത്തരം മെത്തേഡ്സിന്റെ എല്ലാം വലിയ വിശദാംശങ്ങളും അതിന്റെ പുറകിലുള്ള ശാസ്ത്രീയ വശങ്ങളും അടക്കം ഉണ്ട്. ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ടുഗദർ എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതാൻ നിരന്തരമായിട്ട് അക്ഷരത്തെറ്റ് വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് എടുത്ത് വളരെ ലളിതമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റി. ടു ഗെറ്റ് ഹെർ, ഇതാണ് അതിന്റെ സ്പെല്ലിങ്. അവൻ ജീവിതത്തിൽ പിന്നെ അത് തെറ്റിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇമോഷണൽ മെമ്മറി എന്നൊരു സാധനമുണ്ട്.
അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയേറെ അത് ഉപകാരപ്രദമാണ്. ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട് ഇമോഷണൽ മെമ്മറി എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നുണ്ട്. ഓക്കെ, അടുത്ത വിൽസൺ കരിമ്പന്നൂർ സാറാണ്. താങ്ക് യു അച്ഛൻ. ഞാൻ ഈ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണമാണ് സാറ് തന്നത്. സാറിന് അതിന് പ്രത്യേകം ഞങ്ങളുടെ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. എന്നാൽ സാറിനെ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തന്നത് നമ്മുടെ ലൈറ്റർ ടു ലൈറ്റൺ ഗ്രൂപ്പിൽ തന്നെ ഫോറത്തിൽ തന്നെയുള്ള ഡോക്ടർ സുഷ ജോൺ ആണ്. അദ്ദേഹവും നമുക്ക് നേരത്തെ വന്ന് പ്രഭാഷണം ചെയ്ത സൈക്കാട്രിസ്റ്റ് തന്നെയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം ബഥേൽ ഇടവക അംഗമാണ്. അദ്ദേഹത്തിനോടുള്ള ഒരു നന്ദിയോട് ഈ സമയത്ത് അറിയിക്കുവാൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഡോക്ടർ സുഷ ജോണിനോടും വലിയ നന്ദിയുണ്ട്. പിന്നെ എൻ്റെ 3 ചോദ്യമാണ് ഞാൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒന്നാമത് സാറ് പറഞ്ഞു ബുക്സ് വായിക്കണം, വായന ഒത്തിരി നല്ലതാണെന്ന്. അപ്പൊ ഈ 60 വയസ്സൊക്കെ കഴിഞ്ഞവർ വായിക്കേണ്ടത് ഏത് ടൈപ്പ് ബുക്സ് ആണെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ സാധാരണ നോവലുകളോ കിട്ടുന്നതൊക്കെ വായിച്ചാൽ മതിയോ? അതോ സെലക്റ്റീവ് ആകണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരും അധികം സംസാരിക്കാൻ അവസരം കിട്ടാത്തവര് കഴിവുള്ളിടത്തോളം ടെലിഫോൺ കോൺവെർസേഷൻ നടത്തണം. അങ്ങനെ നടത്തിയാൽ നമുക്ക് മെമ്മറി നിലനിർത്താനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതൽ സംസാരിക്കണമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 65 വയസ്സ് ഒക്കെ കഴിഞ്ഞവര് കഴിവുള്ളിടത്തോളം ഫ്രണ്ട്സിനെ എല്ലാം ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ മെമ്മറി നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണമാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നുള്ളതാണ് ഒരു സംശയം. ഇനിയുള്ളത്, നമുക്ക് ഈ ചില രോഗങ്ങളൊക്കെ വരുമ്പം മെമ്മറി കുറയുമെന്ന് ഡോക്ടർ സാർ പറഞ്ഞു. എന്നാൽ ചില രോഗങ്ങളുടെ മരുന്നുകൾക്ക് മെമ്മറിയെ കുറപ്പിക്കുവാനായിട്ട്, എക്സാമ്പിള് BP, ഡയബറ്റീസ്, കൊളസ്ട്രോള്, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഇതിന്റെയൊക്കെ മരുന്നുകൾക്ക് ഏതെങ്കിലും അങ്ങനെയുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് ഈ തലച്ചോറിന്റെ അല്ലെ മെമ്മറി കുറയുവാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചോദ്യം 1ന്റെ ഉത്തരം: വായന, ചെറുപ്പകാലത്തെ വായനയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയെ ശക്തിപ്പെടുത്താൻ പോകുന്നത്. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് വായന നമ്മൾ നിർത്തേണ്ടതുമില്ല. വാർദ്ധക്യകാലത്തില് വായന തുടരാം, എന്തും വായിക്കാം. പ്രത്യേക തരത്തിൽ സെലക്റ്റീവ് ആവുക, ഭക്തി സംബന്ധമായ കാര്യങ്ങൾ മാത്രം വായിക്കുക, അങ്ങനെയൊന്നുമില്ല. തലച്ചോറ് തുരുമ്പ് പിടിക്കാതെ തലച്ചോറിനെ സജീവമായി നിലനിർത്തുന്ന എന്ത് പ്രവർത്തനവും, അത് വായനയായിക്കോട്ടെ, പുതിയ സംഗീത ഉപകരണം പഠിക്കുന്നതായിക്കോട്ടെ, പുതിയ സാങ്കേതിക വിദ്യ പഠിക്കുന്നതായിക്കോട്ടെ, എന്തും ഓർമ്മ മെച്ചപ്പെടുത്താൻ സഹായകമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് പറയാനുള്ളത്, ഫോൺ സംഭാഷണം ഓർമ്മശക്തി നിലനിർത്താൻ സഹായകമാകും. തീർച്ചയായിട്ടും നേർക്കുനേർ സംസാരിക്കുന്ന തന്നെയാണ് ഏറ്റവും ഗുണകരം. കാരണം ആ വ്യക്തിയുടെ മുഖഭാവവും ചലനങ്ങളും വൈകാരിക ഊഷ്മളതയും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഓർമ്മ മെച്ചപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് പരിമിതികളുള്ള വ്യക്തികൾ വീഡിയോ കോൾ പോലെയുള്ള സങ്കേതങ്ങൾ വഴി സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് സംസാരിച്ചാൽ കുറച്ച് ഗുണങ്ങളുണ്ട്. അതും പറ്റാതെ വരുന്ന ആളുകൾ ഫോണിലൂടെ സംസാരിച്ചാലും തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇൻ ദാറ്റ് ഓർഡർ, കറക്റ്റ്. നേർക്കുനേർ സംസാരിക്കുമ്പോൾ അത്രയും ഗുണം കിട്ടില്ല എങ്കിലും ചെറിയ തോതിൽ ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ, മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് ഓർമ്മ കുറയുമെന്നുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അസറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞൊരു രാസവസ്തുവാണ് ഓർമ്മയെ നിർണ്ണയിക്കുന്നത്. അസറ്റൈൽ കോളിന്റെ അളവ് കുറയ്ക്കുന്ന തരത്തിലുള്ള ചില മരുന്നുകളുണ്ട്, ആന്റി കോളിനർജിക്സ് എന്ന് പറയും. ചില പ്രത്യേക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അത് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ മറവി, ഈ പാർക്കിൻസോണിസം പോലത്തെ വിറയൽ രോഗങ്ങളുടെ, അങ്ങനെയുള്ള ചില അവസ്ഥകളുടെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ആന്റി കോളിനർജിക് മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അസറ്റൈൽ കോളിന്റെ അളവ് കുറയുന്നതിനാൽ മറവിക്കുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അസറ്റൈൽ കോളിന്റെ അളവ് കൂട്ടുന്ന മരുന്നുകളും ഭാഗ്യവശാൽ നിലവിലുണ്ട്. ആ മരുന്നുകളും കൂടെ ഈ പറഞ്ഞ മരുന്ന്, ഈ ആന്റി കോളിനർജിക് മരുന്ന് അത്യാവശ്യമാണ്, അതില്ലാതെ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചുകൊള്ളുക. ഇത്തരം സന്ദർഭങ്ങളിൽ
ഈ ആന്റി കോളിനർജിക് മരുന്നിനോടൊപ്പം അസറ്റൈൽകോളിന് കൂട്ടുന്ന മരുന്നുകൾ കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മ വഷളാകാതിരിക്കാൻ വളരെ സഹായകമാകും. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഔദ്യോഗികമായി ആരാധ ഓക്കെ ചോദിക്കാം. ഡോക്ടറെ, ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പം സ്പെല്ലിങ് തെറ്റായിട്ടും മിസ് പഠിക്കാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതിനാണല്ലോ ഡിസ്ലെക്സിയ അങ്ങനെയുള്ള ജന്മനാലുള്ള മിസ് ഇതായിട്ടുള്ള ചില കുഞ്ഞുങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ കഴിവ് കാണും, പക്ഷെങ്കിൽ ഈ വാക്കുകൾ എഴുതുമ്പോൾ മുഴുവനും പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുക, കണക്ക് ഡിസ്കാൽക്കുലേറ്റ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇതായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടോ പ്രയോജനം ഉണ്ടാവുമോ? ഈ ഡിസ്ലെക്സിയ പോലെ ഈ പഠന പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് അതിനോടനുബന്ധമായി മറ്റു ചില വിഷയങ്ങളും കാണും. ഉദാഹരണത്തിന് ശ്രദ്ധക്കുറവ്. ശ്രദ്ധക്കുറവ് മൂലമായിരിക്കാം ചിലപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനും കഴിയാതെ പോകും. അത്തരം കുട്ടികൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മരുന്നുകൾ തീർച്ചയായിട്ടും നിലവിലുണ്ട്. ആ മരുന്നുകൾ വളരെയധികം അവർക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും. ചെറിയ തോതിൽ ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന മരുന്നുകൾ കുട്ടികളിലും ഉപയോഗിക്കാവുന്ന മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഡിസ്ലെക്സിയ പോലെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ അതിന്റെ ബെനിഫിറ്റുകൾ, ഓർമ്മ മെച്ചപ്പെടാനും അവരുടെ അക്കാഡമിക് പെർഫോമൻസ് മെച്ചപ്പെടാനും സഹായകമാകും. മരുന്നുകൾ കൊടുത്ത് ഓർമ്മയും കാര്യങ്ങളും ഏകാഗ്രതയെ കൂട്ടിയിട്ട് പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പഠന തന്ത്രങ്ങൾ, ആ മെമ്മറി എൻഹാൻസ്മെന്റ് ടെക്നിക്സും കൂടെ കൊടുത്താൽ പൂർണ്ണമായ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ചില ബുക്സിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, അത് കാര്യമായിട്ട് അങ്ങനെ കണക്കാക്കാൻ അങ്ങനെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ കുഞ്ഞുങ്ങളെ അതാക്കണ്ട, എന്തെങ്കിലും വേറെ കഴിവുകൾ കുഞ്ഞുങ്ങൾക്കുണ്ട്. ചില പിന്നെ ഫിലിംസും ഒക്കെ അതിൻ്റെ ഇറങ്ങിയ ജാരേ ജമീൻ പറഞ്ഞൊരു പടമൊക്കെ അതിന് ഇറങ്ങിയതാണ്, ആമിർ ഖാന്റെ. അത് കൂടാതെ അഭിഷേക് ബച്ചന് അതുപോലെ ചില പ്രശസ്ത വ്യക്തികൾക്ക് ഡിസ്ലെക്സിയ ഒക്കെ ഉള്ളതാണെന്നായിരുന്നു പറയുന്നത്. അവർക്ക് അങ്ങനെ അത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റു ചില കഴിവുകൾ അവർക്ക് ഇങ്ങനെ ഡിസ്ലെക്സിയ ഉള്ളവർക്ക് എല്ലാം മറ്റു കഴിവുകൾ ഉണ്ടാകും എന്ന് ധരിക്കുന്നത് ശരിയല്ല. ഈ സിനിമകൾ പലപ്പോഴും പരത്തുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ അതാണ്. കാരണം ഈ ഡിസ്ലെക്സിയ ഉള്ളവർക്ക് എല്ലാം മറ്റു മേഖലകളിൽ കഴിവ് കാണും എന്നുള്ളൊരു ഇമേജ് അത് പ്രൊജക്ട് ചെയ്യുന്ന വഴിയാണ് ഈ സിനിമകൾ സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യനിൽ അപാര സംഗീത കഴിവുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ കാണും. അതിന്റെ അർത്ഥം നോർമൽ ബുദ്ധിയുള്ളവർക്കെല്ലാം സംഗീത വൈദഗ്ധ്യം ഉണ്ടാകണമെന്നല്ലല്ലോ. അതേപോലെ ഈ പഠന വൈകല്യം ഉള്ളവരിലും സംഗീത മേഖലയിൽ വൈദഗ്ധ്യം കൂടുതലുള്ള ചെറിയൊരു വിഭാഗം കാണും, കായിക മേഖലയിൽ വൈദഗ്ധ്യമുള്ള മറ്റൊരു വിഭാഗം കാണും. അങ്ങനെ കുറെ ഉണ്ടാവും. അങ്ങനെ അവർക്ക് മറ്റെന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. അതിപ്പം ഡിസ്ലെക്സിയ ഇല്ലാത്ത നോർമലായ ഒരു കുട്ടിക്കാണ് അത്തരം കഴിവുകൾ ഉള്ളെങ്കിലും അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. കാരണം നാളെ എവിടെയായിരിക്കും അതിന്റെ ഭാവി ഉപജീവനം വരാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത്തരം കഴിവുകൾ ഇല്ലാത്ത ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളും ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് ചികിത്സയിലൂടെയും പരിശീലനങ്ങളുടെയും പരമാവധി സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഉചിതം. ഡോക്ടർ പറയുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും കാണിക്കണം എന്നുള്ളതാണ് അല്ലേ? കാണിക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് ഇപ്പൊ മറ്റേതെങ്കിലും മേഖലയിൽ അപാര കഴിവുകൾ നമുക്ക് തോന്നുന്നു, സ്പോർട്സിലോ മറ്റെന്തെങ്കിലും സംഗീതത്തിലോ ഒക്കെ അപാരമായ കഴിവുകളുണ്ടെങ്കിൽ ആ വഴിക്ക് പരിശീലിപ്പിച്ചങ്ങ് വിട്ടാൽ മതി. പക്ഷെ അങ്ങനത്തെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചിട്ട് ഒരു ചികിത്സയോ പരിശീലനങ്ങളോ നേടുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഞാനൊന്ന് നിർത്തിക്കോട്ടെ, എന്റെ ചെറിയ ആരോഗ്യസ്ഥിതി കുറച്ച് പ്രശ്നത്തിലേക്ക് പോകുന്നു. ഡോക്ടർ നമുക്കിപ്പോൾ നിർത്തുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നന്ദി പ്രകാശനമാണ്. ഇപ്പോൾ ഇതിന്റെ അഡ്മിൻ കൂടിയായ ബെന്നി തോമസ് പരിമണം നന്ദി പ്രകാശിപ്പിക്കുന്നതാണ്. അതേ തുടർന്ന്
ഡോക്ടർ കെ എബ്രഹാമിച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 290ാമത് ലൈവ് വെബിനാറിൽ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത് നമ്മളുടെ മലയാളികൾക്കെല്ലാം പരിചിതമായ മുഖം കൂടിയായിരിക്കുന്ന ഡോക്ടർ അരുൺ ബി നായർ സാർ ആയിരുന്നുവല്ലോ. പ്രത്യേകിച്ച് ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ഈ വിഷയം വളരെ ലളിതമായി നമ്മളോട് ഇത്രയും നേരം സാറ് വളരെ മനോഹരമായി സംവേദിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ കാരണങ്ങൾ, അത് നമുക്ക് എപ്രകാരം പരിഹരിക്കാം, അതുപോലെ തന്നെ എപ്രകാരം നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാം, അങ്ങനെ വളരെ ലളിതമായി ഈ സമയം അത്രയും നമ്മളോട് സാറ് സംവേദിക്കുകയും നമ്മളുണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾക്കും നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളോട് മറുപടി പറയുകയും ചെയ്തു. സാറിൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്രയും സമയം ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന് വേണ്ടി വേർതിരിക്കുകയും അങ്ങനെ 290ാമത് വെബിനാറുകൾ വളരെ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു വെബിനാറായി തീരുവാനായിട്ട് ഇടയായി. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് സാറിനോട് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിട്ടിരുന്നത് ബഹുമാനപ്പെട്ട ഡി സുനിലച്ചനാണ്. ഡി സുനിലച്ചൻ നമ്മളുടെ ഒരു വളരെ നല്ല ഒരു സുഹൃത്താണ് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ. ഞാനത് പറയാനായിട്ട് കാരണം അച്ഛൻ്റെ ഒരു മാർഗനിർദ്ദേശം എപ്പോഴും ഈ സ്റ്റഡി ഫോറത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ വളരെയധികം സഹായകരമായിട്ടിരുന്നിട്ടുണ്ട്. ഇപ്രകാരമുള്ള നല്ല വിഷയങ്ങൾക്കൊക്കെയും അച്ഛൻ മോഡറേറ്റർ ആയിട്ടിരിക്കുകയും അച്ഛൻ്റെ വിവിധ രീതിയിലുള്ള അറിവുകളൊക്കെയും ആ സമയങ്ങളിലൊക്കെ നമ്മളോട് അച്ഛൻ സംവേദിക്കുകയും അപ്രകാരം വളരെ അനുഗ്രഹീതമായി ഈ വെബിനാറുകളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഡി സുനിലച്ചൻ്റെ സാന്നിധ്യം നമ്മൾക്ക് സഹായകരമായി തീർന്നിട്ടുണ്ട്. ഇന്നും അപ്രകാരം അച്ഛനും ഈ സന്ധ്യയെങ്കിൽ നമ്മളോടൊപ്പം ഇത്രത്തോളം സമയം ചെലവഴിച്ചു. ഈ വിഷയം വളരെ നല്ല രീതിയിൽ മോഡറേറ്റ് ചെയ്തു. ഈ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ മോഡറേറ്റ് ചെയ്തു. അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പ്രാരംഭ ഗാനത്തിന് അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കൊക്കെ നേർന്നു നൽകിയത് നമ്മളുടെ പ്രിയപ്പെട്ട ജോർജ് യോഹന്നാൻ സാറാണ്. സാറിനോടുകൂടെ സാറിൻ്റെ കൊച്ചുമോൾ നന്മ പ്രാരംഭ പാട്ടിന് നേർന്നു നൽകുകയുണ്ടായി. വളരെ അനുഗ്രഹീതമായ രീതിയിൽ പ്രാരംഭ ഗാനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ജോർജ് യോഹന്നാൻ സാർ നിർവഹിക്കുകയുണ്ടായല്ലോ. സാറിൻ്റെ സാന്നിധ്യത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് അനൗൺസ്മെന്റ് നേർന്നു നൽകിയത് വി ഐ ജേക്കബ് സാറാണ്. നമ്മുടെ അഡ്മിൻ കൂടി ആയിരിക്കുന്നുവല്ലോ. വി ഐ ജേക്കബ് സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങുകളൊക്കെയും വളരെ ക്രമാനുഗതമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. സാറിൻ്റെ എഫേർട്ട് നമുക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ക്രമമായിട്ട് സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത് ശ്രീ ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സമാപന പ്രാർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട കെ എബ്രഹാമിച്ചൻ നേർന്നു നൽകുന്നുണ്ടല്ലോ. അച്ഛനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിങ്ങിനെ ധന്യമാക്കിയത് ഈ മീറ്റിങ്ങിൽ ഇന്ന് ധാരാളം ആൾക്കാർ പങ്കെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പുതിയ ആൾക്കാരൊക്കെയും ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ചർച്ചയിൽ പങ്കെടുത്തവരുണ്ട്. അവരൊക്കെയും ഈ മീറ്റിങ്ങിനെ വളരെ സജീവമായി നിലനിർത്തി. അവരോടെല്ലാവരോടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. എല്ലാവരോടും ഒരിക്കൽ കൂടിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കെ എബ്രഹാമിച്ചൻ പ്രാർത്ഥിച്ച ആശീർവാദം പറയണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം അച്ഛാ. പ്രിയ കർത്താവേ, ഒരു വിശ്വാസ സമൂഹമായി ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദീർഘ നാളുകളായി നടത്തപ്പെടുന്ന വെബിനാഴ്സിലൊക്കെ വ്യാപരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നേതൃത്വം നൽകുന്നവർക്കായി, സംഘടിപ്പിക്കുന്നവർക്കായിട്ടൊക്കെ സ്തോത്രം. ഇന്നത്തെ സെഷനൊക്കെ അനുഗ്രഹകരമാക്കിയല്ലോ. മുഖ്യ പ്രഭാഷണം നൽകിയ ഡോക്ടർ അരുൺ ബി നായറിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ ശുശ്രൂഷകളെ വാഴ്ത്തണമേ. പ്രതികരിച്ചവർക്കായി, സംഘടിപ്പിച്ചവർക്കായി എല്ലാം സ്തോത്രം ചെയ്യുന്നു. പങ്കെടുത്തവർക്കായിട്ടൊക്കെ സ്തുതിക്കുന്നു. കൂടുതൽ ചൈതന്യത്തോടെ, കൃപയോടുകൂടെ അവിടുത്തെ മക്കളായ ഇവിടുത്തെ ലോകത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ. ക്രിസ്തയേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.